അജിനി ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1693 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷ്ഹൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ. അൺവീൽഡ് മൈക്രോ സൈക്കിൾസ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ചാണ് ഡോക്ടറുടെ ഇഷ്ടകാര്യം. ഇന്ന് ഡോക്ടർ മഷൂദ് അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്ന പുസ്തകത്തിന്റെ പരിചയമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. പുസ്തക പരിചയം നടത്തുന്നതിന് വേണ്ടി മഷൂദ് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടറെ കോസ്റ്റ് ആക്കിയിട്ടില്ലല്ലേ? ഡോക്ടറെ കോസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ അജിനി ഡോക്ടർ? ഇപ്പോ വന്നിട്ടുണ്ട്. ഹലോ, IFPHന്റെ 1693 സൂം സെക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ അഭിമന്യരായ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഈ ഫോറത്തിൽ എനിക്ക് എൻ്റെ പുസ്തകം പരിചയപ്പെടുത്താൻ തന്ന ഈ അവസരത്തിന് ഞാൻ ഭാരവാഹികളോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു ഉത്രാടം രാത്രിയിൽ, ഓണത്തിന്റെ തലേ ദിവസം, ഇതേ ഫോറത്തിൽ വെച്ച് തന്നെയാണ് എൻ്റെ ഈ പുസ്തകം ഇവിടുന്ന് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറ്, നമ്മുടെ IFPHന്റെ തന്നെ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാർ നിർവഹിക്കുകയുണ്ടായി. പ്രകാശന കർമ്മം അങ്ങനെ ആദ്യമായിട്ട് ഈ ഫോറത്തിലൂടെയാണ് ഈ പുസ്തകത്തിന് കിട്ടിയത്. അത് ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഞാനിപ്പോൾ പുസ്തകം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിതിലെ ഓരോ ഭാഗങ്ങളും എടുത്തു കാണിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ 265ഓളം പേജുകൾ ഇംഗ്ലീഷിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഒരിടത്തു നിന്ന് സഞ്ചരിച്ച് മുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, തീരപ്രദേശങ്ങളിലാകട്ടെ അല്ലാത്തിടത്താകട്ടെ കേരളത്തിലാകട്ടെ, ഉടനീളം റോഡ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ പച്ചമരുന്നുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള പച്ചമരുന്നുകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവ കണ്ണും അടച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പച്ചമരുന്ന്, ഒരു മരുന്ന് വെച്ചിലെ പറിച്ചാലും അത് വളരെ ഔഷധ ഗുണമുള്ള സിദ്ധ ഔഷധമായിരിക്കും എന്ന ഒരു കാര്യം വളരെ നാളുകൾക്ക് മുമ്പ് പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിച്ചിരുന്ന ജനങ്ങൾ, ഭൂമിയിൽ നമ്മുടെ രാജ്യത്ത് മുമ്പുണ്ടായിരുന്നവർ പാരമ്പര്യമായി ഉപയോഗിച്ചും അനുഭവത്തിൽ കണ്ടതുമായിട്ടുള്ള അനേകം മരുന്ന് വിഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുപോലും ശരിക്കും പറഞ്ഞാൽ ഔഷധ ഗുണമില്ലാത്തതായിട്ട് കാണുകയില്ല. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറെ സസ്യങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അതിന്റെ കണ്ട കുറച്ച് ക്രിസ്റ്റലുകൾ, അഥവാ അവയിൽ കാണുന്ന ബയോ അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ളതോ അജൈവമായിട്ടുള്ളതോ ആയ കെമിക്കൽസ് കുറച്ച് ഘടന ചിത്രീകരിക്കാൻ സാധിക്കുകയുണ്ടായി. അത് ഈ പുസ്തകത്തിലൂടെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പുസ്തകം എഴുതാനുണ്ടായത്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു മൈക്രോസ്കോപ്പിലൂടെ കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുകയായിരുന്നു. അതായത് നമ്മുടെ ഹോമിയോ ഔഷധങ്ങൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനെ എന്തെങ്കിലും ബാധിക്കാൻ, എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് തൈര്, അതായത് നാം വീട്ടിൽ ഉപയോഗിക്കുന്ന തൈര് എടുത്ത് അതിന്റെ നീരിൽ കുറച്ച് ബെലഡോണ, ഹൈഡ്രസ്റ്റ് ഇങ്ങനെ പോലുള്ള കുറച്ച് മെഡിസിൻസ് അപ്ലൈ ചെയ്ത് അതില്
എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ ഫംഗസിന്റെ ഇടയിൽ നിന്ന് കുറച്ച് വ്യക്തമായ ക്രിസ്റ്റലുകൾ, പരലുകൾ കാണാൻ സാധിച്ചു. അപ്പൊ അതിനുശേഷം ഞാൻ തന്നെ അനേകം ഇലകളും മറ്റും ഇങ്ങനെ ജ്യൂസ് എടുക്കുകയും അതിനെ നമ്മുടെ ഹോമിയോപ്പതി പ്രിപ്പറേഷനിൽ, അതായത് പച്ചിലകളിലും പഴങ്ങളിലായിരുന്നാലും ശരി, പച്ചക്കറികളുടെ തോട് നിന്നായിരുന്നാലും ശരി, അവയെല്ലാം വളരെ ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം നല്ല സ്ട്രോങ് സ്പിരിറ്റ് അത് ആവശ്യത്തിനധികം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒരു 8 ദിവസം വെച്ചിരിക്കുകയും പിന്നീട് അത് ഊറ്റിയെടുത്ത് അതിന്റെ സൊല്യൂഷൻ ഒരു 4-5 ദിവസം സൂക്ഷിക്കുകയും അതിനുശേഷം ആ ക്രിസ്റ്റലുകൾ, എന്നിട്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയൂ എന്നുള്ളത് വളരെ ദിവസങ്ങൾക്ക് ശേഷമുള്ള പരീക്ഷണങ്ങളുടെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയുന്നുവെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള സ്റ്റഡി വളരെ അപൂർവമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന്. രണ്ടാമത്, ഇത്രയും ലഘുവായി തന്നെ ഇവയെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിരിക്കലും ഇവയുടെ ഘടന നമ്മളെ എന്നും വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഇത്രയും രൂപസാദൃശ്യം കൈവരിക്കുവാനായിട്ട് ഈ ക്രിസ്റ്റലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ സൊല്യൂഷനിൽ നിന്നും ഒരു ഡ്രോപ്പ് നമ്മൾ സ്ലൈഡിൽ വെച്ചിട്ട് ഒരു കുറച്ച് ദിവസമായി, മിനിമം ഒരു 8 ദിവസം തന്നെ അത് വേണ്ടി വരുന്നു. മിക്കവാറും 8 ദിവസം, 16 ദിവസം, ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസങ്ങൾ ഇരുന്നാലേ ചില ക്രിസ്റ്റലുകൾ രൂപപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ക്രിസ്റ്റലുകൾ ഇങ്ങനെ അവയുടെ മോളിക്യൂൾസിന് അട്രാക്റ്റീവായിട്ടുള്ള ബലം, അതിന്റെ പിന്നിലുള്ള ശക്തി എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇന്നും അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വ്യക്തമായ ധാരണകൾ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ കെമിക്കൽ ബോണ്ടിങ്ങും ഇപ്പോൾ നമുക്കറിയാം, ബോണ്ടിങ് ആണ് ഈ കെമിക്കലിന്റെ തമ്മിൽ സംയോജിപ്പിച്ച മോളിക്കുലർ എനർജിയുടെ, അല്ലെങ്കിൽ അയോൺസിന്റെ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺസിന്റെ നെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള അട്രാക്റ്റീവ് പവേഴ്സ് ആണ്. അട്രാക്റ്റീവ്, അതായത് സംയോജിതമായിട്ട് അവയെ ചേർത്ത് നിർത്തുന്നത്, കൂടുതൽ ഓരോ മോളിക്യൂൾസും തമ്മിൽ ചേർന്ന് ഇത്രയും സുന്ദരമായ ഘടനാവിശേഷം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ശരിക്കും ഒരു ക്രിസ്റ്റലിന്റെ രൂപീകരണത്തിൽ അതിൽ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് കൃത്യമായി ഇതൊന്നും തന്നെ എക്സ്പ്ലെയിനബിൾ അല്ല എന്നാണ് എനിക്ക് പറയാം. കാരണം ഒരേ വസ്തുവിന്റെ തന്നെ അനേകം രൂപത്തിലുള്ള ക്രിസ്റ്റലുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഓരോ ക്രിസ്റ്റലും ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അൾട്രാ മൈക്രോസ്കോപ്പിലൂടെയുള്ള ഹൈപ്പർ മൈക്രോ സ്റ്റഡിയാണ്. അതായത് മൈക്രോസ്കോപ്പിൽ നിന്ന് നേരിട്ട് വാച്ച് ചെയ്യുക, അവയെ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അതിനെ ക്രിസ്റ്റലുകളെ പ്രത്യേകമായി വരച്ചു ചേർത്തവയുണ്ട്. അപ്പൊ എല്ലാ ക്രിസ്റ്റലും ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പൊ ഒരു സ്ലൈഡിൽ തന്നെ അനേകം ക്രിസ്റ്റലുകൾ കാണുമെങ്കിലും അവയെല്ലാം തന്നെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ കണ്ട് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റില്ല. ഇത് ഏതിന്റെ ക്രിസ്റ്റലാണ്, ഇത് ഫോസ്ഫറസിന്റെ ക്രിസ്റ്റലാണോ, ഇത് മാഗ്നീഷ്യത്തിന്റെ ക്രിസ്റ്റലാണോ, അല്ലെങ്കിൽ ഇത് ഗാലിയം പൊട്ടാഷ്യത്തിന്റെ ക്രിസ്റ്റലാണോ, ഇതുപോലുള്ള എന്തെങ്കിലും കോമ്പൗണ്ട്സ് ആയിരിക്കുമല്ലോ. കാൽസ്യത്തിന്റെ ക്രിസ്റ്റലുകള്, ഫോസ്ഫറസിന്റെ ക്രിസ്റ്റലുകള്, മെഗ്നീഷ്യത്തിന്റെ ക്രിസ്റ്റലുകൾ ഇല്ലാത്ത ഒരു പ്ലാന്റും കാണാൻ സാധ്യതയില്ല. കാരണം ഇവയെല്ലാം തന്നെ ഈ ജീവന്റെ ഘടനയിലെ പ്രധാനപ്പെട്ട മൈക്രോ എലിമെന്റ്സ് ആണ്. അപ്പൊ ഈ ന്യൂട്രിയൻസിന്റെ ക്രിസ്റ്റലുകൾ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വളരെയേറെ സ്റ്റഡി നടക്കുകയും പിന്നെ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റഡി ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ എളുപ്പമാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇതിനകത്ത് ഇതിൽ കാണുന്ന ഹെർബൽസിലും പ്ലാന്റ്സിലും ഉണ്ടായി വരുന്ന ക്രിസ്റ്റൽസിന് ഒരു പ്രത്യേകമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഈ സ്ലൈഡിൽ നമ്മളിപ്പോ ഒരു സൊല്യൂഷനിൽ ഒരു ഡ്രോപ്പാണ് ഒഴിക്കുന്നതെങ്കിലും ഇവയുടെ ക്രിസ്റ്റൽ വേർതിരിഞ്ഞ് 1-2 ക്രിസ്റ്റലുകൾ ഒന്നിൻ്റെതായ പരലുകൾ വളരെ വ്യക്തമായി വേർതിരിഞ്ഞ് കിടക്കും. അതേപോലെ തന്നെ അനേകം ക്രിസ്റ്റലുകൾ, ഇപ്പൊ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ലോകം തന്നെയാണ് ക്രിസ്റ്റലുകളുടെ രോഗം എന്ന് വേണം പറയാം. അപ്പൊ ഞാനിപ്പോ ഒരു പ്ലാന്റ് എടുത്താൽ ഒരു ലീഫ് മാത്രം നമ്മൾ അതിനെ മുറിച്ച്, കൂടുതൽ ഗ്രൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട, ചുമ്മാ മുറിച്ച് ഈ സൊല്യൂഷനിലിട്ട് കുറച്ച് നാൾ വാച്ച് ചെയ്തതിനു ശേഷം ഈ സൊല്യൂഷനെ നമ്മൾ എടുത്തു വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആണ് നാം പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലുകൾ തീർച്ചയായിട്ടും ആ ക്രിസ്റ്റലുകൾ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. ക്രിസ്റ്റലുകളെ ഒരു സ്റ്റഡി ഒരിക്കലും ഇതൊരു ഒരാളിന് കാണാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ മറ്റൊരാളിന് കാണുന്നതോ ആയിട്ട് വരുന്നതല്ല. ഇത് നമുക്ക് ഈ ക്രിസ്റ്റലുകളെ എല്ലാം എപ്പോഴും
നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു പ്ലാന്റിൽ കാണുന്ന അതിൻ്റെതായിട്ടുള്ള യുണൈക്നെസ്, ക്രിസ്റ്റലിന്റെ രൂപത്തിലുള്ള യുണൈക്നെസ്, സാമ്യത, അതുപോലെ തന്നെ ക്രിസ്റ്റലുകളുടെ വലിപ്പത്തിലുള്ള സാമ്യത, ഇതെല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു സൊല്യൂഷൻ, പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 4-5 ദിവസം നമ്മളൊരു ചെറിയ കുപ്പിയിൽ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ആദ്യം നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ ക്രിസ്റ്റൽ പരിശോധിച്ചാൽ അന്ന് കാണുന്ന ആ സ്ലൈഡിൽ കാണുന്ന ഒരു സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരേപോലുള്ള ക്രിസ്റ്റലുകളെല്ലാം മിക്കവാറും ഒരേ സൈസ് കാണിക്കുന്നതാണ്, ഒരേ രൂപം കാണിക്കുന്നത്, ഒരേ സൈസ്. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ വലിപ്പം, ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലാന്റ് പല സീസണിൽ, ഇപ്പൊ ഒരു ക്രിസ്റ്റൽ രൂപീകരണത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുകയാണെങ്കിൽ, ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു ക്രിസ്റ്റൽ ഒരു പ്ലാന്റിലെ ഒരു സീസണിൽ, ഇപ്പോ മെയ്, ഏപ്രിൽ മാസം കാർണിക്ക പോലുള്ള ക്രിസ്റ്റലുകൾ നമ്മൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഓഗസ്റ്റില് ആണ് അതിന്റെ ഫ്ലവറിംഗ് സീസൺ എന്ന് പറയുന്നത്. ഈ ഫ്ലവറിംഗ് സീസണിൽ കിട്ടുന്ന സൊല്യൂഷനിൽ ഒരു പക്ഷേ ക്രിസ്റ്റൽസ് ഒരു രീതിയിലുള്ളത് ഉണ്ടായിരിക്കുന്നത് വേറൊരു സീസണിൽ ഉണ്ടായി കാണാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതാണ്. എന്നാലും ഇപ്പൊ ആർണിക്ക തന്നെങ്കിൽ അത് ഇപ്പൊ ഫാർമസിയിൽ നിന്ന്, ഏത് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, ഞാൻ മിക്കവാറും ഈ ഹോംകോ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ടിഞ്ചറുകളിലാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻസിൽ ഈ ക്രിസ്റ്റലുകൾ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആർണിക്ക ക്രിസ്റ്റലെ കാണുന്നതിന് ഒരു ചെറിയ ക്രിസ്റ്റൽസ്, എല്ലാ ക്രിസ്റ്റൽസും നമ്മൾ ഈ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്ന മെഡിസിനിൽ കാണാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അൾട്രാ ഫിൽട്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ഹോമിയോ ടിഞ്ചേഴ്സ് ഫിൽട്ടർ ചെയ്യാതെ തന്നെ വളരെ കുറച്ചുകൂടി ഫിൽട്രേഷൻ കുറച്ചുകൂടി സുതാര്യമാക്കി, അതായത് സുതാര്യത എന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യമാക്കുകയല്ല, മറിച്ച് കുറച്ചുകൂടി ആ പദാർത്ഥത്തിന്റെ ക്വാണ്ടിറ്റി, അതിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സ്ട്രെങ്ത് ഒന്ന് സൂക്ഷിച്ച് ആ സൊല്യൂഷൻസിനെ, മാതൃ ടിഞ്ചേഴ്സിനെ പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും ലഭ്യമാക്കാൻ സാധിച്ചാൽ വളരെ കൂടുതൽ പ്രയോജനം ഉണ്ടാകും. സാധാരണ നമ്മുടെ ഈ അൾട്രാ ഫിൽട്രേഷൻ വഴി നമ്മുടെ ഫാർമസിയിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നുകളെക്കാളും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം ഇതാണ്. ഇപ്പൊ ഹോമിയോ, ഞാനിപ്പോ ഫാർമസിയിൽ നിന്നൊരു മെഡിസിൻ വാങ്ങിയ ആർണിക്കയുടെ സൊല്യൂഷൻ മൈക്രോസ്കോപ്പിലൂടെ കണ്ടതിൽ ഒരുതരം ക്രിസ്റ്റൽസ് എന്തായാലും കാണും, ആർണിക്ക ഉണ്ടെങ്കിൽ കാണും. അതേപോലെ തന്നെ ഞാൻ ഈ പൂവാങ്കുരുന്ന്, സാധാരണ നമ്മുടെ ആലോവീര, കറ്റാർവാഴ, മൈലാഞ്ചി, കരുവേപ്പില, ഇങ്ങനെയുള്ള അനേക പദാർത്ഥങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകളെ സ്റ്റഡി ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് പറഞ്ഞാൽ, ഈ ക്രിസ്റ്റലുകൾ ഓരോ കാലാവസ്ഥയിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതിനൊന്നും കാര്യമില്ല. പക്ഷെ ഓരോ പ്ലാന്റിലും അവയുടേതായ നിയതമായ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നു. ആ ക്രിസ്റ്റലുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന് തന്നെ വളരെയേറെ പ്രയോജനമുണ്ട്. എല്ലാ ക്രിസ്റ്റലുകളും പ്രത്യേകമായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന ക്രിസ്റ്റലുകളിലെല്ലാം തന്നെ ആ പ്ലാന്റ്സിൽ നിന്ന് വ്യക്തമായിട്ടുള്ള 1-2 ക്രിസ്റ്റലുകൾ എനിക്ക് പറയാൻ കഴിയും. ഞാനൊരു 10-20ഓളം ക്രിസ്റ്റൽ മിനിമം ഓരോ പ്ലാന്റിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടുണ്ട്. അവയുടെ ചിത്രം വരയ്ക്കാൻ പറ്റിയിടത്തോളം മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാവുന്നുള്ളത് വളരെ സത്യസന്ധമായി തന്നെ ഞാൻ അതിന്റെ ഫോട്ടോഗ്രാഫി എടുത്ത് സൂക്ഷിച്ചു. വർഷങ്ങളോളം സൂക്ഷിച്ചിട്ട് പിന്നെ ആഡ് ചെയ്തും റീസ്റ്റഡി ചെയ്തും ഒക്കെ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊരു പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്ത കുറെ പ്ലാന്റ്സിൽ ഇത് കണ്ടു, കുറെ നാൾ വെച്ചിരുന്നു. 2010 എനിക്ക് ഈ പുസ്തകത്തിന്റെ രൂപീകരണം ഏതാണ്ട് പൂർണ്ണമായിട്ട് കിട്ടിയത്. അതിന് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിസ്റ്റലുകളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. 2010 ഇത് ചെയ്തുവെങ്കിലും പിന്നീട് ഞാൻ മൂന്നാർ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ എനിക്ക് പോകേണ്ടി വന്നു. അവിടെ ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഇതേ പ്ലാന്റ്സിന്റെ തന്നെ സ്ട്രക്ചറുകൾ എനിക്ക് നല്ല വ്യക്തമായി പഠിക്കാൻ കഴിയും. അപ്പൊ അതിലും എനിക്ക് ഈ ക്രിസ്റ്റലുകൾ തന്നെ കാണാൻ കഴിഞ്ഞു. അവിടുത്തെ പ്ലാന്റ്സ് കുറച്ചുകൂടെ വലുതാണ്, നമ്മുടെ ഇവിടെ ഉള്ളത് പോലെയല്ല. എന്നാൽ അയഡിന്റെ ഒക്കെ ലഭ്യത കുറഞ്ഞത് കൊണ്ടായിരിക്കും ആ മുയൽ ചെവിയൻ എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ എന്റെ പുസ്തകത്തിൽ ഞാൻ വരുന്ന ക്ലാസ്സുകളിലെങ്കിലും ഇത് ചിത്രങ്ങൾ കാണിക്കാം. ഇന്ന് ഏതാനും ഒരു കുറച്ച് ക്രിസ്റ്റലുകളെ പുസ്തകത്തിലുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ മുയൽ ചെവിയനൊക്കെ സൈസ് കുറവാണ്. എന്നാൽ പൂവാങ്കുരുന്ന് പോലുള്ളതൊക്കെ വളരെ വലുതായിട്ട് നിൽക്കുന്നതാണ്. അലോവേരയൊക്കെ നല്ല പുഷ്ടിയോടെയാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ കാണുന്നത്. അതിലെല്ലാം ക്രിസ്റ്റൽസ് പക്ഷേ കോമൺ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് എന്തായാലും കോമൺ ആയിട്ട് തന്നെ കാണും. അത്തരത്തില് ഈ നമ്മുടെ ഹോമിയോ ടിഞ്ചേഴ്സിനെയും ഞാൻ കണ്ട കുറച്ച് ക്രിസ്റ്റൽസ് അതേപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോമിയോ ടിഞ്ചർ, മദർ ടിഞ്ചറുകളിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മിക്കവാറും നമ്മുടെ ഇപ്പോൾ ടിഞ്ചറൊക്കെ കിട്ടുന്നതാണ്, നമ്മുടെ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ കുക്കുംബർ പോലും നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നു. മെഡിസിൻസിനായിട്ട് പണ്ട് മുതലേ ഉള്ള കുക്കുംബർ ഉണ്ട്. ഞാൻ ഇതിനകത്ത് സാധാരണ രീതിയിലുള്ള കുറെ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും എല്ലാം കൂടി ചേർത്ത് 265 പേജ്, ഒരു 120ഓളം സസ്യങ്ങളെയും മറ്റ് കുറച്ചനവധി ചിത്രങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ 2021 എനിക്ക് ഈ പുസ്തകം
പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. 2010 ഞാൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഇടുക്കി ഡിസ്ട്രിക്റ്റ് പോയിട്ട് തേയില, നമ്മുടെ നീലക്കുറിഞ്ഞി, ഇത്തരത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എനിക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും അവിടെ മഞ്ഞാണ്. ഈ മഴയത്തും മഞ്ഞത്തും ഇതിന്റെ സ്റ്റഡി വളരെ ദുർഘടമാണ്. കാര്യം എന്ന് പറഞ്ഞാല് പ്രയാസകരമാണ്. എന്താന്ന് വെച്ചാല് ഇത് 16 ദിവസം ഇരിക്കുന്നതിന് 4 ദിവസം കഴിയുമ്പോൾ അരിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം വീണ്ടും തിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ചെറിയ ഡീവിയേഷൻസ് ഒക്കെ വരും. എന്നാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ അലിഞ്ഞു പോയാലും വീണ്ടും അത് ആയിട്ട് റീയൂണിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്താണ് അതിന്റെ പ്രത്യേകിച്ച്? അവിടെ തന്നെ ആ ഘടകങ്ങൾ നിൽക്കുന്നു. അവ വീണ്ടും പല ഭാഗങ്ങളിലേക്ക് അകന്നു പോകുന്നില്ല, അടുത്ത് തന്നെ നിൽക്കുകയും വീണ്ടും സംഘടിതമായിട്ട് തന്നെ ചേരുന്നതിനുള്ള അതിന്റെ ആ പ്രവണത പിന്നിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിൽ വെക്കാനുള്ളത്. രണ്ടാമത്, ഇവ സൊല്യൂഷനിൽ എങ്ങനെയാണ് ഈ ക്രിസ്റ്റൽസ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഈ പ്ലാന്റ്സിൽ ഇത് എങ്ങനെ വർത്തിക്കുന്നു, ഇതിന്റെ ഫ്ലോയത്തിലും സൈലത്തിലും എല്ലാം കൂടെ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുകയാണോ? ലീഫിലാണ് ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ലീഫ് ഉണ്ട്, പിന്നെ റൂട്ട്സ് ഉണ്ട്, ട്യൂബർ ഉണ്ട്, എല്ലാത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്. പച്ചക്കറികളിലെല്ലാം തന്നെ തോടിനോട് ചേർന്ന് അതിന് അടിവശത്താണ് കൂടുതലായിട്ട് മിനറൽസ് ഉള്ളത്. ഞാൻ വേറൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ്. പക്ഷെ ഞാൻ ഈ സ്റ്റഡിയിൽ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പച്ചക്കറികളെ ചുവന്ന ചീരയോ, അല്ല സോറി, പച്ചക്കറികളെ മറ്റേ ക്യാരറ്റ്, മുരിങ്ങക്ക, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ആ തോടിനോട് അടിചേർന്ന് ജസ്റ്റ് ഒരു ലെയറിൽ കൂടുതലായിട്ട് ആപ്പിൾ പോലും ധാരാളമായിട്ട് ക്രിസ്റ്റൽസ് ട്രമൻഡസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തൊലിയോട് ചേർന്ന ഭാഗങ്ങൾ കുറച്ച് ലേശമായിട്ട് ചെത്തിയെടുത്ത് നമുക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് എന്നാൽ ഈ ക്രിസ്റ്റൽസിലെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പിന്നീട് പറയാനുള്ളത്, ഈ അലിഞ്ഞു ചേർന്നതിന് ശേഷം വരുന്ന ആ കോൺസെൻട്രേഷൻ എന്താണ് അതിന്റെ പിന്നിലെന്ന് ഞാൻ 2 ദിവസം മുമ്പ് പലപ്പോഴും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. എന്തായാലും ഹോമിയോപ്പതി നമ്മുടെ സിസ്റ്റം വളരെയേറെ ബൃഹത്തായ ഒന്നാണെങ്കിലും നമുക്ക് എലിമെന്റൽ ബേസിലാണോ ഇതിന്റെ ഡൈനാമിക്സിറ്റി ആപ്ലിക്കബിലിറ്റി ആയിട്ട് വന്ന ആപ്ലിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്നതിനെ കുറിച്ച് നാം എന്നും സംശയത്തിലാണ്. അപ്പൊ ഈ എലിമെന്റൽ ബേസിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് നാനോ പാർട്ടിക്കിൾസ് വന്നപ്പോൾ പറഞ്ഞു. എങ്കിലും ഹയർ ഡയലൂഷൻസിലെ നാനോ പാർട്ടിക്കിൾസിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഉപയോഗത്തെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എങ്ങനെ വരുന്നു? ഞാൻ ഇന്ന് മറ്റൊരു വാക്ക് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പൊ ഒരു വസ്തു കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പൊ മുറിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു ഒരു ഗ്ലോബ്യൂൾ ഇട്ടു. ആ ഗ്ലോബ്യൂൾ ആ വെള്ളത്തിൽ ഇങ്ങനെ മുഴുവാനായിട്ട് കിടക്കുന്നു. ഇനി അത് വീണ്ടും നന്നായിട്ടൊന്ന് കുലുക്കുമ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് കുറെ കൂടി അതിനകത്ത് ലയിച്ചു ചേർന്നു. ഇപ്പൊ ആ ഗ്ലോബ്യൂളിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുകയാണ്. ഗ്ലോബ്യൂളിന്റെ എൻട്രോപ്പി വലുതാവും തോറും ഇതിന്റെ ക്വാണ്ടിറ്റി വളരെ കൂടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എൻട്രോപ്പി കൂടുന്തോറും ക്വാളിറ്റി കൂടുന്നു. ബട്ട് ഈ ക്വാളിറ്റി കൂടുന്നുവെങ്കിലും ഇതിന്റെ ഇത് ശരിയല്ല. അതായത് ഈ ക്വാണ്ടിറ്റി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇതിൽ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള മോളിക്യൂൾസിന്റെ വിന്യാസം എപ്പോഴും ഈ ലയിച്ചു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ലയിക്കാതെ തന്നെ നാം കൂടുതൽ ഇതിന്റെ സൊല്യൂഷനിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന്റെ പൊട്ടൻസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പുസ്തകത്തിൽ 1-2 ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും ഒരു ടെൻസൈൽ ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡ് സൊല്യൂഷൻ, അതായത് സ്പിരിറ്റില് നാം ഈ മെഡിസിൻ സൂക്ഷിക്കുമ്പോൾ ഈ പൊട്ടൻസിയിൽ യാതൊരു വ്യതിയാനവും, വളരെ വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ മോളിക്യൂൾസ് സദാസമയവും, ഇപ്പൊ വാണ്ടർവാൾസ് മോഷൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ മോളിക്യൂൾസ് അധികമായിട്ട് എപ്പോഴും തമ്മിൽ സഞ്ചരിച്ചുകൊണ്ട് ചുറ്റി പോകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം വെച്ചിരിക്കുന്ന ഒരു വെസലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ അതിന്റെ മോളിക്യൂൾസിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും സംക്ഷിപ്തമായിട്ട് സൂക്ഷിക്കപ്പെട്ടു വരുന്നു. അടുത്ത പൊട്ടൻസി ചെയ്യുമ്പോൾ ഓരോ പൊട്ടൻസിയിലും എനർജി ലെവല് ഇങ്ങനെ മാറി സൂക്ഷിച്ച് തന്നെ കൈമാറി തന്നെ വരുന്നു എന്നതാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ എൻട്രോപ്പി കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനർജിയുടെ ലെവല് വളരെ കൂടുതലും, അതുപോലെ തന്നെ എനർജി വളരെ സംക്ഷിപ്തമായിട്ട് അതിങ്ങനെ ക്യാരി ചെയ്ത് പോവുകയെന്നതോടൊപ്പം തന്നെ സംക്ഷിപ്തമായി നിലനിൽക്കുകയാണ്. ഇപ്പൊ 200ന്റെ പൊട്ടൻസി ഒരു ബോട്ടിൽ ഞാൻ വെച്ചിരുന്ന 4-5 ദിവസം കഴിയുമ്പോൾ അത് 30 ആയിട്ട് ഡൗൺ ആയിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നു, ഇതൊരു ഡൗൺ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പൊ ഹയർ ഡയലൂഷൻസിൽ എപ്പോഴും പൊട്ടൻസി ഹയർ ചെയ്യും തോറും ഇതിന്റെ പവർ കൂടി വരുന്നു. നാം എന്തിനാ അങ്ങനെ പറയുന്നു? ഗ്രാഫ് നെഗറ്റീവും ലെഫ്റ്റിലേക്ക് നാം ചിന്തിക്കേണ്ട സമയവും ഉണ്ട്. അങ്ങനെ നോക്കിയിരുന്നാലും നമുക്ക് മനസ്സിലാക്കും ഉടനെ ഇതിന്റെ ഒരു എനർജി ലെവല് താണുതാണ്, ഒരു പ്രത്യേക ലെവലിലേക്ക് അത് പോകുന്നുണ്ടോ എന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ക്രിസ്റ്റലിന്റെ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനിയും ധാരാളമായിട്ട് ഇതാർക്കെങ്കിലും കഴിയേണ്ടതാണ്. എനിക്ക് എന്റെ പരിധിയിൽ മൈക്രോസ്കോപ്പിലൂടെ ഇത് സ്റ്റഡി ചെയ്തിട്ട് ഈ ക്രിസ്റ്റലുകളെ നേരിട്ട് പകർത്തി വെക്കുക എന്നുള്ള ഒരു ഇതല്ലാതെ അതിനോട് ഒരു ഉപാധിയായിട്ട് കുറച്ച് പുസ്തകങ്ങളിൽ നിന്ന് കണ്ട കുറച്ച് സാധാരണ പുസ്തകങ്ങളിൽ നമ്മുടെ പ്ലാന്റ്സിലെല്ലാം കാണുന്ന കുറച്ച് ഹെർബിൾസ്,
നമ്മുടെ ഈ ഇതിന് പ്ലാന്റ്സിന്റെ കെമിക്കൽസിനെ ഒക്കെ കുറിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ. ഇത് വല്ലതും ആയിരിക്കാം എന്നാണ്. ഇപ്പൊ തന്നെ പലതും ഞാൻ ഈ ഇപ്പൊ ചിത്രങ്ങളെ സ്ലൈഡ് കാണിക്കുമ്പോൾ ഞാൻ ഓരോന്നിറന്ന് ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു പോകാമെന്നാണ് വെക്കുന്നത്. ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബയോകെമിക്സുകളെ കുറിച്ച് കൂടെ ഒന്ന് പറയാനുണ്ട്. നമ്മുടെ ബയോകെമിക്കൽ 12 ഉണ്ട്. അവയെല്ലാം തന്നെ നല്ല സാൾട്ടുകളാണ്. അവയെല്ലാം തന്നെ അയോണിക് ആയിട്ടുള്ള ബന്ധങ്ങളുള്ളവയാണ്. അവയെല്ലാം തന്നെ വെള്ളത്തിൽ അരിച്ചു ചേരുമ്പോൾ അവയ്ക്ക് അയോണിക് ബോൺസ് റിലീസ് ആവുന്നതാണ്. അവ തന്നെ എപ്പോഴും ഈ നെഗറ്റീവ് എനർജി കിട്ടുന്നു. ഇപ്പൊ തന്നെ പലരും ഇപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പല വീഡിയോസിലും പലരും ചേർത്ത് പറയാറുണ്ട് ഇതിന്റെയൊക്കെ തന്നെ ഇത് ആനയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് ആണ്, നെഗറ്റീവ് എനർജി ഉണ്ട്, അവ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വസ്തുക്കളെ കുറിച്ചും ധാരാളമായിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പം നമ്മുടെ ബയോകെമിക്കലുകൾ എല്ലാം തന്നെ വെള്ളത്തിൽ അലിയുന്നവയാണെന്നുള്ളത് നോക്കാം. ആ രീതിയിലാണ് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവയ്ക്ക് ഇന്നും അന്നും എല്ലാം ദിവസവും ടിഷ്യൂസിൽ അതിനെ ഉണ്ടാക്കുന്ന സ്വാധീനം ഇന്നും അന്നും ഒരുപോലെ തന്നെ. ഇവയെല്ലാം തന്നെ ഷൂസ്ലർ എന്ന് പറഞ്ഞ മഹാൻ ഇതിനെ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ ബയോകെമിക്കലുകളെ ടിഷ്യൂ സാൾട്ട്സ് എന്നാണ് അദ്ദേഹം. ടിഷ്യൂ ഓരോന്നിനും അഫിനിറ്റി ടുവേർഡ്സ് ടിഷ്യൂ ടു എ പർട്ടിക്കുലർ ടിഷ്യൂ ടു എ പർട്ടിക്കുലർ സൈറ്റ് എന്ന് തന്നെയുണ്ട്. ഓരോ ഓർഗൻ ബേസ്ഡിലായിട്ടുള്ള ടിഷ്യൂസ് റെമഡീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ആക്ഷൻ തന്നെ ഹയർ പൊട്ടൻസീസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാലും ആ ടിഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അബിലിറ്റി, പ്രത്യേകിച്ച് അതിന്റെ ഫംഗ്ഷനുമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒന്നാണ്. ഇപ്പോഴും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. അബിലിറ്റി ഉണ്ട്. ലിവറിന് നാട്രം സൾഫ് കൊള്ളാം, അതുപോലെ ഹെഡേക്കിനും വളരെയേറെ വലിയ ഇഞ്ചുറിക്കും നാട്രം സൾഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹയർ പൊട്ടൻസി, ലോവർ പൊട്ടൻസി യുടെ ഉപയോഗങ്ങളെ കുറിച്ച് ഉള്ള ബയോകെമിക്കലുകളുടെ പ്രത്യേക സ്റ്റഡി നമ്മൾ കൂടുതലായിട്ട് ഉണ്ട്. ഈ ക്രിസ്റ്റൽസ് സ്റ്റഡി വരുമ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽസിൽ എന്തൊക്കെയാണ് ഇവയുടെ ഫൈറ്റോകെമിക്കൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഹോമിയോപ്പതി അല്ലെങ്കിൽ ഫൈറ്റോകെമിക്കൽസിൽ നിന്ന് നമ്മളെ ഈ ഹോമിയോപ്പതിയിലോട്ട് എന്താണ് കടമെടുത്ത് നമുക്ക് കൂടുതൽ വായിക്കാനുള്ളത് എന്നത് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഞാനിപ്പോ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് എൻട്രോപ്പി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി ഇതിന്റെ തുടർന്നുള്ള ക്ലാസ്സുകളിലും ഞാൻ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം നമുക്ക് എൻ്റെ പുസ്തകത്തിന്റെ ഓരോ പേജിലും ഞാൻ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങൾ കുറച്ച് പേജുകൾ മാത്രം ഇന്ന് എടുക്കാം. എനിക്ക് ആ സ്ലൈഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡോക്ടറെ ആ സ്ലൈഡ്സ് ഒന്ന് എടുക്കാമോ? ഇപ്പൊ ഷെയർ കാണാലോ അല്ലേ ഡോക്ടറെ? ഈ പേജ്, അതെ, അടുത്ത പേജ് ആക്കണോ? പേജ് ഞാനിപ്പോ ഇത് പ്രത്യേകിച്ചും അടുത്ത പേജ്, ഈ പേജ് ഒന്നുകൂടെ നോക്കാനാണ് വായിക്കുന്നത്. നമുക്ക് ഇതിനകത്തെ ഫോട്ടോകോപ്പി കോപ്പിറൈറ്റിനെ കുറിച്ചുള്ള ഒരു പേജാണ്. നമുക്ക് ഫസ്റ്റ് ഇതിവിടെ മുതൽ തുടങ്ങാം. ഇപ്പൊ ഷുഗർ ഓഫ് മിൽക്കിന്റെ ക്രിസ്റ്റലാണ്. നമുക്ക് ഞാനിത് 2-3 പ്രാവശ്യം വേറെ എന്റെ ഫേസ്ബുക്കിൽ ഒരിക്കൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഇതിന്റെ പിക്ചർ ഇതല്ല, വേറെ ഒരിടത്തും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാനത് കാണിച്ചിട്ടില്ല. ഇപ്പൊ ഈ ക്രിസ്റ്റൽ നമ്മൾ ആദ്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു ഈ ക്രിസ്റ്റൽ നിങ്ങളെ കാണിക്കുന്നതിനോട് വേണ്ടി മാത്രമായിരിക്കാം ഈ പുസ്തകം ഞാൻ രചിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ ധനേഷ് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ക്രിസ്റ്റൽ എന്തുകൊണ്ട് എടുത്തു എന്നാണ്, അല്ലെങ്കിൽ ഈ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതും ഈ ക്രിസ്റ്റൽ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ ആദ്യമായി തന്നെ നമ്മുടെ എനിക്ക് ആദ്യകാലങ്ങളിൽ ഈ ക്രിസ്റ്റൽ വരയ്ക്കാനേ സാധിച്ചിട്ടുള്ളൂ. മൈക്രോസ്കോപ്പിലൂടെ ഇതിന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാനിത് വരയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ ക്രിസ്റ്റൽ നേരിട്ട് എനിക്ക് കിട്ടുകയും ആദ്യം തന്നെ എനിക്ക് ഫോട്ടോയിൽ പറഞ്ഞു കിട്ടിയ ഒരു ക്രിസ്റ്റൽ, അത് ഷുഗർ ഓഫ് മിൽക്കിന്റെ ഒരു ക്രിസ്റ്റലാണ്. ഷുഗർ ഓഫ് മിൽക്ക് എല്ലാവർക്കും അറിയാം, ആട്ടിന്റെ പാല്, അതിൽ നിന്നെടുക്കുന്ന പഞ്ചസാര, പഞ്ചസാരയാണ് ഈ ഷുഗർ ഓഫ് മിൽക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ C12H22O11H2O ഒരു മോളിക്യൂളിൽ ഒരു വാട്ടർ മോളിക്യൂളും ഓക്സിജൻ 11, ഹൈഡ്രജൻ 22, കാർബൺ 12, ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. ഇത് ഗോഡ്സ് മിൽക്ക് അഥവാ ആട്ടിന്റെ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. സക്കാരം ലാക്റ്റിസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ നെയിമാണ്. സക്കാരം മീൻസ് ഷുഗർ, ലാക്റ്റിസ് എന്ന് പറയുന്നത് മിൽക്കാണ്. ഇറ്റ് ഈസ് ആൻ ഇനർട്ട് സബ്സ്റ്റൻസ്. അത് എപ്പോഴും നമുക്ക് അറിയാം. എന്തിനാണ് നമ്മൾ ഇതൊരു വെഹിക്കിൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ ഓഫ് മിൽക്ക് എല്ലായ്പ്പോഴും ഒരു വെഹിക്കിളാണ്. പദാർത്ഥങ്ങൾ എപ്പോഴും നമ്മൾ
മരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് അത് ഡിസ്പെൻസ് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ ഈ ഷുഗർ മിൽക്ക് നമ്മളെ എത്രമാത്രം ഡിസ്പെൻസിങ്ങിന് സഹായിക്കുന്നു എന്ന് ഹോമിയോപ്പതി ഡോക്ടർക്ക് അല്ലാത്തവർക്കും പലർക്കും മനസ്സിലായിരിക്കും. ഈ ഷുഗർ മിൽക്കിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ ഘടനയുമായിട്ട് വളരെ ചേരുന്ന ഒന്നായിട്ടാണ് ഈ ഷുഗർ മിൽക്കിനെ കാണുന്നത്. അപ്പോൾ ഷുഗർ മിൽക്ക് സാധാരണ പഞ്ചസാരയല്ല, മറിച്ച് സാധാരണ പഞ്ചസാരയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ സാധാരണ നമ്മള് ഇപ്പൊ ഷുഗർ മിൽക്ക് ഡിസ്പെൻസിന് ഉപയോഗിക്കുന്നു, അതുപോലെ മെഡിസിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെ ക്രിസ്റ്റൽസ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇത് നെക്സ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കൂ. ഈ ഷുഗർ ഓഫ് മിൽക്ക് ഒരു ഡൈസാക്കറൈഡ് ആണ് നോക്കുക. കണ്ടതിന് 1 യൂണിറ്റ് ഓഫ് ബീറ്റ ഗാലക്ടോസ് ആൻഡ് 1 യൂണിറ്റ് ഓഫ് ലിവോ ഗ്ലൂക്കോസ് എന്നാണ്. അതൊക്കെ നമുക്ക് അധികമായിട്ട് സ്റ്റഡി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വ്യൂ. ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ വേറൊരു ക്രിസ്റ്റലാണ്. ഇതിന് താഴ്വശത്തുള്ള ആ ഒരു ക്രിസ്റ്റൽസ് ആദ്യം തന്നെ കാണുന്ന ഒന്നുണ്ട്. അത് ശരിക്കും ഇങ്ങനെ ഞാൻ തൊട്ടാലും വല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പേന കൊണ്ട് ഞാൻ തൊടുന്നതല്ലോ. ഇത് ക്രിസ്റ്റൽ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത് പോലെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല ഡോക്ടർ. എനിക്കും പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കാണുന്നുണ്ടോ അല്ലേ? കേൾക്കാം. ഇതില് ഈ ഫസ്റ്റ് ക്രിസ്റ്റല് ഒരുമാതിരി ഇങ്ങനെ ഹെയറി ആയിട്ട് കാണുന്നത് ആദ്യം നാം ഒരു സൊല്യൂഷൻ 10 നോക്കുമ്പോൾ കാണുന്ന ഒരു ക്രിസ്റ്റലാണ്. കുറച്ചുകൂടി സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴേ ഈ ക്രിസ്റ്റൽ രൂപത്തിൽ കാണാം. പിന്നീട് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേ ഈ ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു ഏറ്റവും മുകളിൽ ഇങ്ങനെ പാത്രത്തിന് മുകളിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ ഒരു വ്യത്യസ്തമായ ക്രിസ്റ്റലാണ്. അതും ഷുഗർ മിൽക്കിന്റെ തന്നെയാണ്, അത് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ആ ക്രിസ്റ്റലും ഷുഗർ മിൽക്കിന്റെ ക്രിസ്റ്റൽ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇത് ഗ്ലോബ്യൂൾസ് ആണ്. അപ്പൊ ഗ്ലോബ്യൂൾസിന്റെ ക്രിസ്റ്റലിനെ കുറിച്ച് നമുക്ക് നോക്കിയിട്ടുണ്ടാവില്ല. വളരെ ഈസിയാണ് ഇത് സ്റ്റഡി എങ്കിലും നിങ്ങൾ ഇത് ആരും തന്നെ നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ക്രിസ്റ്റല് നമുക്ക് ഗ്ലോബ്യൂൾസ് ആണ്, അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ആരും തന്നെ ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല. ഇത് വളരെ ഈസിയാണ്, സിമ്പിളാണ്. നിങ്ങൾ ഇത് സാധാരണ രീതിയിൽ ഞാനിത് വെള്ളത്തിൽ അലിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് നല്ല സ്പിരിറ്റിൽ അലിയിച്ചതിന് ശേഷം ആ സൊല്യൂഷനിൽ ഒന്നും കാണാൻ കഴിയില്ല. സാധാരണ ഈ പഞ്ചസാര സാധാരണ എന്തിലും ലയിക്കില്ല. പിന്നെ ഗ്ലോബ്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരു വാക്ക് പറയാനുള്ളത്, പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഗുളികയുടെ എല്ലാം പുറത്ത് പണ്ട് കാലത്ത് മേക്കപ്പിന് ഒരു കവർ രൂപപ്പെടുത്തിയിരുന്നു. നമ്മൾ ഇന്ന് ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നവർ. അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില സിംറ്റംസ് കാണിക്കുകയും അത് പിന്നീട് ഒഴിവാക്കുകയും ചിലർക്ക് അത് വേണ്ടി വരികയൊക്കെ ചെയ്തു. ഒരിക്കലും ഈ മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഇടയിൽ വന്ന ഒരു കാര്യമാണ്. അവസാനം അത് നോക്കിയപ്പോൾ ലൈക്കോപോഡിയത്തിന്റെ ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു കോട്ടിങ് ആയിരുന്നു അന്ന് കാലത്ത് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ ഈ പുസ്തകത്തില് ഞാൻ ഈ ഇത്തരത്തിലുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ പയറുകൾ ആദ്യം ഷുഗർ ഗ്ലോബ്യൂള്, ഗുളിക എന്ന മലയാളത്തില് ഗുളിക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗുളിക മലയാളത്തിലും പേര് കൊടുത്തിട്ടുണ്ട്. സയന്റിഫിക് നെയിം ഷുഗർ ഗ്ലോബ്യൂൾസ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടിങ്ങിനെ പറ്റി പറയുന്നത് ഷുഗർ ഗ്ലോബ്യൂൾസിൽ ചെറിയൊരു ഒട്ടുന്നതിന് വേണ്ടി എന്തോ ചെറിയൊരു ലേശം പശയുടെ രൂപത്തില് എന്തോ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നത് ഷുഗറിൽ നിന്നാണ്. പ്രത്യേകമായ രൂപത്തിൽ ഇത് തയ്യാറാക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഷുഗർ ഉപയോഗിക്കുന്നത്? ഷുഗർ ഈ ക്രിസ്റ്റൽസിനെ അല്ലെങ്കിൽ മെഡിസിനൽ പാർട്ടിക്കിൾസിനെ, മെഡിസിനൽ എൻറ്റിറ്റിയെ അത് പിടിച്ചു വയ്ക്കാനുള്ള കഴിവ് അതിന്റെ പരൽ രൂപത്തിൽ ഉള്ള പോറസ് ആയിട്ടുള്ള സർഫസ് സാധിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അത് എടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ പിക്ചർ ഒന്ന് കാണിക്കാമോ? നെക്സ്റ്റ് സ്ലൈഡ് ഡോക്ടറെ. അടുത്തത് ഇപ്പൊ ഞാൻ പറയുന്നത് കോമൺ സാൾട്ട് ആണ്, സാധാരണ കറിയിപ്പാണ്. നമ്മളെല്ലാവരും ഈ കറിയിപ്പിന്റെ ക്രിസ്റ്റൽ എത്രയെങ്കിലും തവണ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആരെങ്കിലും സ്ലൈഡ്സില് നമ്മുടെ ഈ എക്സിബിഷൻസില് ഒക്കെ നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഈ പരലിങ്ങനെ പറ്റിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് ക്രിസ്റ്റലാണ്, സാധാരണ രീതിയിലൊരു ഇതാണ്. നമ്മൾ സാധാരണ കറിയിപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? കറിയിപ്പ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. 340 mg/100 ml എന്ന തോതില് ബ്ലഡില്
5 ലിറ്റർ ബ്ലഡിൽ എന്തുമാത്രം കറിയിപ്പ് കാണും. കടലിലെ വെള്ളത്തിന്റെ സാമ്യത നമ്മുടെ ബ്ലഡുമായ സാമ്യത ഉണ്ടെന്ന് ഒരിക്കൽ ഞാൻ വായിച്ചു. അതായത് നമ്മുടെ ബ്ലഡിന്റെ ഘടന കടൽ വെള്ളത്തിനുമായ സാമ്യമാണ്. എന്നിട്ട് പോലും കടലിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? കറിയിപ്പ് തന്നെ. ഈ കോമൺ ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ നാം പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ വരുന്ന വണ്ടറായിട്ടുള്ള എഫക്റ്റ്, ഉദാഹരണത്തിന് അതിന്റെ ഉപയോഗം നമുക്ക് വളരെ അത്ഭുതാപകമാണ്. നാട്രമൂറിന്റെ 6X കൊടുത്ത് എത്രയോ ലേഡീസിനെ എനിക്ക് കിട്ടിയിട്ടുള്ള കേസുകളിൽ നമുക്ക് ഇറഗുലാരിറ്റി ഓഫ് പീരീഡ്, തൈറോയിഡ്, ഇങ്ങനെയുള്ള പല കേസസിനും വെറും 6X-ഉം 12X-ഉം വേണ്ട, 12X-ന്റെ ആവശ്യം വരുന്നില്ല, 6X കൊണ്ട് തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഹയർ പൊട്ടൻസീസിന്റെ സിംറ്റംസ് എല്ലാം സാധാരണ ഹോമിയോ ഡോക്ടർമാർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വളരെ ഹയർ പൊട്ടൻസീസ് എന്തുമാത്രം ഇമോഷണൽ പ്ലെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിസിനാണ് നാട്രം മ്യൂറിയാറ്റിക്കം അഥവാ നമ്മുടെ കറിയിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു ടിഷ്യൂ റെമഡിയും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടിഷ്യൂ റെമഡിയാണ്. എൻ്റെ പുസ്തകത്തിൽ ഇത്ര മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അധികം ആയിട്ട് ഇനി അടുത്ത് നമുക്ക് പറയാം. അടുത്തത് എടുക്കണം ഡോക്ടറെ. അടുത്തത് നാട്രം കാർബ്. എത്ര സിമിലാരിറ്റി ഉണ്ടെന്ന് നോക്കൂ. മൂറും നാട്രം കാർബും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഡിസിമിലാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നാട്രം താഴത്തെ ഈ ക്രിസ്റ്റൽ, നിങ്ങൾക്ക് താഴത്തെ ഈ ക്രിസ്റ്റൽ നന്നായിട്ട് തന്നെ കാണാം. അത് വളരെ വ്യക്തമായിട്ട് അതിന്റെ ആംഗിൾ, കോണുകൾ എന്ന് മലയാളത്തിൽ പറയുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ നേരത്തെ ആ സ്ലൈഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും കോണുകൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മലയാളം ഇംഗ്ലീഷ് പറയും പോലെ പറയേണ്ടി വരും. ആ വാക്ക് അതിന് വളരെയേറെ കരലുകൾ എന്നുള്ളതിനേക്കാളും കോണുകൾ, നമ്മുടെ ക്രിസ്റ്റലിന്റെ കോണുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് ഈ നാട്രം കാർബ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും എന്തിനു വേണ്ടിയാണ്? നാട്രം കാർബ് ഗ്യാസ്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നു, ചൂട് വെയിലിന് നിന്നുണ്ടാകുന്ന കംപ്ലൈൻസിന് ഉപയോഗിക്കുന്നു, ഹെഡേക്കിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. വളരെ ഉപയോഗിക്കുന്നു. സാധാരണ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. നമ്മളിപ്പോ ഈ പച്ച ഫുഡിലും ഭക്ഷണത്തിലും അധികമായിട്ട് അല്ലെങ്കിലും വളരെ ലഘുവായ രീതിയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പാചകം ചെയ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സാൾട്ടാണ്. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇത് ട്രീറ്റിംഗ് കിഡ്നി ട്രബിൾസ് ഈ നാട്രം കാർബ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇപ്പൊ അവര് ഈ അലോപ്പതി സിസ്റ്റത്തിൽ പോലും IV കൊടുക്കുന്നതിനൊക്കെ നാട്രം കാർബിന്റെ സൊല്യൂഷൻസ് കണ്ടമാനം ഉപയോഗിക്കും. അത് കിഡ്നിയെ വളരെയേറെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആൽക്കലൈസിങ് ഏജന്റാണ്. ഈ സോഡ ബൈകാർബണേറ്റ് പുറമെ ബേക്കിംഗ് സോഡ എന്നും ഇതിനെ പറയും. ഇതിന്റെ പേര് എങ്ങനെയാണ്? ഇതിന് സത്യത്തിൽ ഇത്തരത്തിലുള്ള ചില ആൽക്കലൈൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ട് എന്നുള്ളത് തന്നെ ഇതിന്റെ അയണൈസേഷൻ പ്രോപ്പർട്ടിയാണ്. കാർബണൈറ്റ്സ് വേർതിരിഞ്ഞിട്ട് സോഡിയം വേർതിരിഞ്ഞ് വരുന്നത് കൊണ്ടാണ്. അതൊക്കെ സാധാരണ കെമിസ്ട്രി മാത്രമാണ്. എന്നാലും ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ ഉള്ള ഹയർ ഡൈലൂഷൻസിലും നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ചില സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചില സിംറ്റംസ് ഇൻ ഹയർ ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ കഴിയുന്നതാണ്. അടുത്തത് കാലി മൂറിയാട്രിക്കമാണ് അടുത്ത് ഞാൻ കാണിച്ചത്. ഇതിന്റെ ക്രിസ്റ്റൽ എത്ര ഭംഗിയായിട്ടിരിക്കുന്നു എന്നാലും, അതായത് ഇന്ദുപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സാൾട്ട്, ഞാനിപ്പോ ആദ്യകാലങ്ങളിൽ ഈ ക്രിസ്റ്റലിന്റെ പുസ്തകം രൂപീകരിച്ചപ്പോൾ ഇത് കാലി മൂറിയാറ്റിക്കം ഇന്ദുപ്പ് ഞാൻ ആറ്റം സെൽഫെന്ന് തെറ്റിദ്ധരിക്കുന്നു. പിന്നീട് എനിക്കത് തിരുത്തേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ കാലി മൂറിയാറ്റിക്കം അഥവാ പൊട്ടാഷ്യം ക്ലോറേറ്റ് എന്ന് പറയുന്നത്, ഈ ക്ലോറേറ്റ് അധികമായിട്ട് ഇന്നലെയും ക്ലാസ്സിൽ ക്ലോറേറ്റിന്റെ ഉപയോഗം അധികമായിട്ടുള്ളത് ഒരുപക്ഷെ ക്യാൻസറിനെ ഇൻഡ്യൂസ് ചെയ്യുമെന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഡോക്ടർ പറയുന്നതായിട്ട് പറഞ്ഞു. ഞാനത് കേട്ടു. ഈ ക്ലോറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ദുപ്പ് വളരെ കൂടുതലായിട്ടും ചില ആൾക്കാർ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കിഡ്നിക്ക് അത് നല്ലതല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാലും ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനും സാധാരണ രീതിയിലുള്ള പ്രോബ്ലംസിനൊക്കെ സാധാരണ നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഇന്ദുപ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിന്റെ ക്രിസ്റ്റൽസ് വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇതും നാട്രം മ്യൂറിയാറ്റിക്കത്തിന്റെ ക്രിസ്റ്റലുമായിട്ട് വ്യത്യാസമുണ്ട്. ചില ക്രിസ്റ്റലുകൾ ഇല്ല. ഇപ്പൊ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരെണ്ണം ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഇപ്പുറത്ത് കിടക്കുന്നു. ഈ ക്രിസ്റ്റലുകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, എ ക്രിസ്റ്റൽ ഈസ് നെവർ become free, never a free individual one. ക്രിസ്റ്റൽ ഒരിക്കലും എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീ വൺ. ദാറ്റ് മീൻസ് ദ ക്രിസ്റ്റൽ ഒരിക്കലും എന്തല്ല, സ്വതന്ത്രമായിട്ട് ക്രിസ്റ്റലായിട്ട് തന്നെ മാത്രമായിട്ടുള്ള ഒരു വസ്തുവിൻ്റെതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു എൻറ്റിറ്റി എന്ന് പറയാൻ അതിനെ പറ്റില്ല. അതിൽ വാട്ടർ എന്തായാലും കാണും, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സൊല്യൂഷൻ, ഇപ്പൊ ഏത് സൊല്യൂഷനിലാണോ അത് പ്രിപ്പയർ ചെയ്തത് ആ സൊല്യൂഷനെ അത് കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പിന്നെ ഒരു പ്രത്യേകത. ഇവന്റെ ലാറ്റിസ് എന്ന് പറയുന്നത് ഈ ഓരോ സാധനവും ഇങ്ങനെ രൂപപ്പെട്ട് വരുമ്പോ ആ ഒരു ലൈനിൽ തന്നെ എത്ര ആയിരം മോളിക്യൂൾസ് ആണ്. പക്ഷെ എന്തുകൊണ്ട് ആ ലൈനിൽ നിന്ന് അവിടെ ഏതോ ഒരു
പോർഷനിൽ എത്തുമ്പോൾ അത് ആംഗിള് കോണ് തിരിഞ്ഞ് വേറൊരു രീതിയിലേക്ക് വന്ന് ആ രൂപം അറ്റൈൻ ചെയ്തു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എന്തുകൊണ്ട് ആ ഒരു ആംഗിളിൽ എത്തുമ്പോൾ മാത്രം, അത്രയും നമ്പറിൽ എത്തുമ്പോൾ മാത്രം അത് ഒരു ആംഗിൾ രൂപീകരിച്ചിട്ട് അടുത്ത ലൈനിൽ വരികയും പിന്നെ അത് ലാറ്റിസ് ആയിട്ട് തന്നെ രൂപപ്പെട്ടു വരുന്നു. നമുക്ക് തേനീച്ചയുടെ കൂട് രൂപീകരണത്തിൽ, ഇപ്പൊ തേനീച്ചയ്ക്ക് ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? തേനീച്ച അത് രൂപം കൃത്യമായിട്ടും അതിൽ ഒരു മൈക്രോ അളവ് പോലും വ്യതിയാനം വരുന്നില്ലാത്ത രീതിയിൽ അത് തേനീച്ച കൂട് നിർമ്മിക്കുന്നു, പക്ഷികൾ കൂട് നിർമ്മിക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷികളൊന്നും തന്നെ ഒരിക്കലും ഒരു പക്ഷി മറ്റൊരു പക്ഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടല്ല, അത് ജന്മന തന്നെ ഉണ്ടെന്ന് പക്ഷികളുടെ കൂട് നിർമ്മാണം. അതിന് സ്വതസിദ്ധമായത് ഒരിക്കലും ഒരു പക്ഷി കൂട് പറഞ്ഞു കൊടുക്കുന്നതല്ല. അത്തരത്തിലാണ് ഉള്ളത്. അതുപോലെയുള്ള റെമഡിയാണ് ഇതിലേക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അതിന് മാത്രമല്ല കാലിയമോറ്, പൊട്ടാഷ്യം ക്ലോറൈഡ് നമുക്ക് നാട്രൽ സൾഫ് പോലെ തന്നെ ഈ കിഡ്നീസിന് വളരെയേറെ പ്രയോജനപ്പെടുന്നത് കൊണ്ട് ഒരു ഡയബറ്റീസിന് ഏറ്റവും നല്ല ഒരു ടിഷ്യൂ റെമഡി ആയിട്ടും ഞാൻ ഈ കാലിയമോറിനെ കണ്ടു. പിന്നെ എൻ്റെ ഈ ഫ്രാൻസിന്റെ കുറച്ച് സ്റ്റഡീസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അതിലും എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും എനിക്ക് ഇപ്പോഴും സംശയത്തിലേക്ക് എന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാൾട്ടാണ് ഈ ഇന്ദുപ്പ് അല്ലെങ്കിൽ കാലിയമോറി. അതിന്റെ ഹയർ പൊട്ടൻസീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും നല്ല ഒരു വ്യതിയാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അടുത്തത് ഡോക്ടറെ, അടുത്ത സ്ലൈഡ്. ഇത് കാംബർ എന്നാണ്. കർപ്പൂരം നമുക്കറിയാം, കർപ്പൂരം മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കറയാണ് കർപ്പൂരം. അത് മരത്തിന്റെ പട്ടയിൽ നിന്ന് വേർതിരിഞ്ഞ് വരുന്നതാണ്. അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. പക്ഷെ കർപ്പൂരത്തിന് സമമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. കർപ്പൂരം വളരെയേറെ, കാംബർ എന്ന് കേൾക്കുമ്പോൾ ഏത് ഹോമിയോപ്പതി ഡോക്ടറും ഉടനെ മൂല തേടിപ്പോവും. കാരണം എന്തിനു വെച്ചാല് കർപ്പൂരം എപ്പോഴും എവിടെ കരുതണമെന്നാണ്, ഏതെങ്കിലും മൂലയിൽ എവിടെയെങ്കിലും ബാത്റൂമിലെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കണമെന്നാണ്. കാര്യം ഇത് നമ്മളെ മെഡിസിൻസിനെ എല്ലാം ആന്റിഡോട്ട് ചെയ്യും എന്നൊരു സംഭവമുണ്ട്. അത് യഥാർത്ഥത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ല. ഞാൻ ഈ കാംബറിനെ മറ്റു ക്രിസ്റ്റലുമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാനൊന്നും വെച്ചിട്ടേ ഉള്ളൂ. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഈ കാംബറിന്റെ ക്രിസ്റ്റൽസും മറ്റു മെഡിസിനുമായിട്ട് നമുക്ക് വെച്ചിട്ട് അതിന്റെ ക്രിസ്റ്റൽസിനെ അല്ലെങ്കിൽ അതിനെ മെഡിസിനെ എന്തെങ്കിലും ഭാഗം വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഈ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ വരച്ചു ചേർത്തതാണ്, ആദ്യകാലത്തിലുള്ളതാണ്. അത് എനിക്ക് അന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും സാധിക്കാത്തപ്പോഴാണ്. പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസങ്ങൾ, ആ ക്രിസ്റ്റൽ എന്ന് വല്ലതും പറയില്ല, ഒന്ന് രണ്ടെണ്ണം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്റ്റൽ കാണുള്ളൂ. എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ കാര്യം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല ക്രിസ്റ്റലുകളും നല്ല വ്യക്തതയുള്ള ക്രിസ്റ്റലുകളായിരിക്കും എന്നില്ല. മറ്റു പല രീതിയിലും ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും ഞാൻ പറഞ്ഞ രീതിയിൽ രണ്ടായിട്ട് വേർതിരിക്കാവുന്നതാണ്. ഓർഗാനിക് ക്രിസ്റ്റൽസ് ഉണ്ട്, ഇൻഓർഗാനിക് ക്രിസ്റ്റൽസ് ഉണ്ട്. അതായത് ജൈവികവും അജൈവികവും. ഇപ്പൊ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയും ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നില്ലേ, ഇപ്പൊ സോഡിയം, പൊട്ടാഷ്യം, ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ്, അവയുടെ കെമിക്കൽ റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്റ്റഡിയാണ് ഇൻഓർഗാനിക് എന്ന് പറയുന്നത്. ഓർഗാനിക് എന്ന് പറയുന്നത് ജൈവികമായിട്ടുള്ളവയാണ്. അവ എല്ലാം തന്നെ മിക്കവാറും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ മൂന്നും ചേർന്നതാണ്. ഇപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇവ ചേർന്നതാണ്. കാർബണും ഓക്സിജനും നൈട്രജന്റെയും പ്രത്യേകത ഈ പീരിയോഡിക് ടേബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. അവയുടെ ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഓരോ സംഭവത്തിന്റെ, ഒരു സാധനത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺസ് ഉണ്ട്. അതാണ് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ മോളിക്യൂളിനെ വെയിറ്റ് കൊടുക്കുന്നത്. ഒരു വസ്തുവിന്റെ വെയിറ്റ്, പിണ്ഡം, മാസ് എന്ന് പറയുന്നത് മിക്കവാറും എന്നല്ല ഒട്ടുമിക്കവാറും അതിന്റെ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ആണ്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമായ എലിമെന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ. 10 വരുള്ളൂ. 5 എലിമെന്റ്സേ ഉള്ളൂ എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഈ അതിൽ തന്നെ ഈ ജൈവികമായിട്ടുള്ള മോളിക്യൂൾസിൽ ഉള്ള ഓക്സിജനും നൈട്രജനും കാർബണും എടുത്ത് വായിച്ചാൽ അതിന്റെ മോളിക്യൂൾസ് സെന്ററിൽ 8 ന്യൂട്രോൺസ് കാണാൻ കഴിയും. ഇതിന്റെ പ്രോട്ടോൺസും അതുപോലെ തന്നെ 8 ഓക്സിജൻ. ഏറ്റവും പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള വസ്തുക്കളാണ്, എലിമെന്റ്സ് ആണ് ഇവ. ഇത് ജൈവികമായുള്ള ഘടനയുടെ രൂപീകരണത്തിന് ഒരുപക്ഷെ ദൃഢതയ്ക്ക് കൂടുതൽ സഹായിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഒരു ചെറിയ അഭ്യൂഹമാണ്. വ്യക്തമായിട്ട് നിങ്ങളിതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയാം, എനിക്ക് എന്തെങ്കിലും അറിയാനും കൂടി കഴിയും. C10H16O ഇതിൽ ഒരു ഓക്സിജനേ ഉള്ളൂ ഈ കർപ്പൂരത്തിൽ, അല്ലെങ്കിൽ കാംബർ എന്ന് പറയുന്ന ഈ ക്രിസ്റ്റലിൽ. മോളിക്കുലർ ഫോർമുല C10 ആണ്. കാർബൺ തന്നെ 10 ഉണ്ട്, ഹൈഡ്രജൻ 16 ഉണ്ട്. എന്തുമാത്രം വാട്ടറി ആകാനുള്ളതാണ്, പക്ഷെ ഒരു ഓക്സിജനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഓക്സിജനെ ജസ്റ്റ് നമ്മൾ പുറത്തോട്ടൊന്നും തിരുമിയാൽ മതി, ചെറിയൊരു ചൂട് എടുത്താൽ, ഒരു അല്പ ചൂട് കൊടുത്താൽ മതി, അത് എന്ത് പറ്റും,
ഇതിന്റെ ഈ ഓക്സിജൻ റിലീസായിട്ട് ഹൈഡ്രജൻ പെട്ടെന്ന് കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് വേറൊരു സംഭവമായിട്ട് അതിന്റെ മണം നന്നായിട്ട് വ്യാപിച്ച് ഉള്ളിലേക്ക് വരും. അതാണ് കർപ്പൂരം കത്തിക്കുന്നതിന്റെ പ്രധാനം. അത് ആന്റിബയോട്ടിക് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്തിനു വേണ്ടിയാണ് കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയയിൽ കത്തുന്ന ഏരിയയിൽ ഇതിനുള്ള മൈക്രോബ്സിനെ നശിപ്പിക്കാനുള്ള കഴിവ് കാമ്പറിനുണ്ട്. നമ്മളിപ്പോ ഡയറിയ നല്ല വയറിളക്കം വരുമ്പോൾ നമ്മൾ എന്ത് മെഡിസിൻ ആദ്യം കൊടുക്കും? ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്ന കാമ്പറാണ്. ടിഞ്ചർ തന്നെ ഒരു ഡ്രോപ്പ് കൊടുത്താൽ എത്ര വലിയ ഡയറിയയും അപ്പൊ തന്നെ വയറിളക്കം പിടിച്ചു കിട്ടിയ നിൽക്കും. അത് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ടിഞ്ചറാണ് കൂടുതൽ. വെട്ടൻസികളൊക്കെ വളരെയേറെ പനിയും അതിന്റെ ടെമ്പറേച്ചർ റിലേഷനൊക്കെ നമുക്കറിയാം. അപ്പൊ ബോഡി ടെമ്പറേച്ചർ സെറ്റ് ഇതൊക്കെ നമുക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരിട്ട് തന്നെ ഒരു വസ്തു തുറന്നു വെച്ചിരുന്നാൽ പാറ്റാക്കുളയെ വെച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാറ്റാക്കുള എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അലിഞ്ഞ് ആകാശത്തേക്ക് പോയി. ഇത് ഒരിക്കലും ദ്രവമാകുന്നില്ല. ദ്രവമാകാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുന്ന ഒരു പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉൽപാദനം എന്ന് പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ്. ഇനി അടുത്തത്, ഇനി നമുക്ക് നമ്മുടെ പ്ലാൻസിലേക്ക് കടക്കാം. എന്നെ ഒരുപാട് വഴിചിറ്റിച്ച ഒരു എന്താണ് ഈ അക്വണൈറ്റ്, അതായത് മങ്സ്ഹൂഡ് എന്നാണ് പറഞ്ഞത്. മങ്സ് ഹുഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ സന്യാസിമാർ, അതായത് ഋഷിവര്യന്മാരുടെ ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ, തലയിലെ ആ ഒരു കോൺ, അതായത് ഞാൻ പറയുന്ന മുടിയെല്ലാം കൂടെ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെയാണ് ഈ ഒരു സംഭവമാണ് ഹുഡ് എന്ന് പറയുന്നത്. മങ്സ് ഹൂഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതിന് മലയാളത്തിലെ അതിവിടയം എന്നും പറയും. അതിവിടയം, മലയാളത്തിലെ അതിവിടയം. അക്വണൈറ്റ് നാപ്പലസ് തന്നെയാണ് ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്തിട്ട്, അത് ഫാർമസിയിൽ നിന്ന് കിട്ടിയ ഒരു ടിഞ്ചർ സ്റ്റഡി ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇത് വളരെ ഉയരങ്ങളിൽ, അതായത് നമ്മുടെ ഹൈ പീക്കില് ആകാശത്തിലെ ഹിമാലയത്തിന്റെ റേഞ്ചിൽ 2100 മീറ്റർ മുതൽ 3600 മീറ്റർ വരെ മാത്രം കാണുന്ന ഒരു ചെറിയ സസ്യമാണ് ഈ അക്വണൈറ്റ്. ഇത് നീല പുഷ്പങ്ങൾ നമുക്ക് കാണാം. ഈ പുഷ്പങ്ങൾ ഒന്നുമല്ല, ഇതിന്റെ പ്ലാന്റ്സിന്റെ ലീഫുമല്ല, മറിച്ച് ഇതിന്റെ താഴ്വശത്ത് ഒരു നല്ല റൂട്ട് കാണും. ആ റൂട്ട് എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് എനിക്ക് പല സ്ഥലങ്ങളിലും എക്സിബിഷനിലെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരുമാതിരി ഉരുണ്ട് മഞ്ഞൾ പോലെ അല്ല, കുറച്ചുകൂടി സ്റ്റൗട്ട് ആയിട്ടുള്ള ഒരു റൂട്ടാണ് അത് കാണുന്നത്. മഞ്ഞളെന്ന് പോലെ ഇരിക്കും, എന്നാലും അതിലിങ്ങനെ കുരുപ്പുകളൊന്നും കാണില്ല. ഒരു സ്റ്റൗട്ട് ആയിട്ടുള്ള റൂട്ടാണ്. വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അക്വണൈറ്റ്. അതിന്റെ 2 to 4 മില്ലിഗ്രാം റൂട്ട് തന്നെ ഫേറ്റലാണ്. 2 to 4 മില്ലിഗ്രാം റൂട്ട് പൊടിച്ച് അത് നമ്മൾ കൺസ്യൂം ചെയ്താൽ നമ്മുടെ ബോഡിയിലേക്ക് പോയാൽ അത് നമുക്ക് ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ ഫേറ്റലാണ്, മരണഹേതുവാകുന്ന ഒരു ഡോസാണ്. ഇത് വളരെ ഷെയ്ഡി ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, ഹിമാലയൻ സാനുക്കളിൽ മാത്രമാണ് ഈ പ്ലാന്റ്സ് കാണുന്നത്. അക്വണൈറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരിക്കൽ ഡോക്ടർ ജോസ് സാറാണെന്ന് തോന്നുന്നു പറഞ്ഞതായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. അതായത് എത്ര തണുത്തുള്ള കാലാവസ്ഥയിൽ പോയാലും നമ്മൾ ഒരു ഡോസ് അക്വണൈറ്റ് കഴിച്ചിട്ട് പോയാൽ നമുക്ക് തണുപ്പ് അറിയേയില്ല. വാസ്തവത്തിൽ എന്നെ ഒരുപാട് തവണ മൂന്നാറിലൊക്കെ അനുഭവത്തിൽ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. തണുപ്പ് അറിയില്ലെന്നല്ല, തണുപ്പിൽ നിന്നുള്ള യാതൊരു ദോഷവും നമ്മളെ ബാധിക്കില്ല. ഒരു ഡോസ് മതി. അത് ഒരു ഡോസ് കൂടെ വേണ്ട, ഒറ്റ ഡോസ് 30 അക്വണൈറ്റ് ഉപയോഗിച്ചാലും ഇങ്ങനെ തണുപ്പിൽ നിന്നുള്ള രക്ഷ വളരെ കൂടുതൽ കിട്ടുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഹിമാലയ സാനുക്കളിൽ കൂടുതൽ തണുപ്പിൽ വളരുന്ന ഒരു സസ്യം കൂടിയാണ്. അപ്പൊ തേയില കുടിക്കുന്ന ചായ കുടിച്ചാൽ ചൂടാവുമെന്ന് നമുക്കറിയാം. തേയില കൂടുതലും എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്? കൂടുതലും തണുപ്പാണ്. അതിൽ എന്താണ് അവയുടെ ചൂട് സംരക്ഷിക്കാനുള്ള പ്രവണത കൂടുതലുണ്ടോ എന്ന് നമുക്ക് കൂടുതലായിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിലെ ഈ ഫാർമസി എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റഡീസും കൂടി ചെയ്യുന്നത് കൊണ്ട് അല്ല, ഇതിൽ ഈ അക്വണൈറ്റിൽ കണ്ട ക്രിസ്റ്റൽസ് ആണ് എന്നെ കൂടുതലായിട്ടും എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. ഇതിപ്പോ നോക്കൂ, അക്വണൈറ്റം നാപ്പലസിൽ കണ്ട ഒരു ക്രിസ്റ്റലാണ് ഈ ക്രിസ്റ്റല്. അതായത് ഇപ്പൊ നമ്മൾ ചിത്രത്തിലൂടെ കാണുമ്പോൾ, നെക്സ്റ്റ് കാണിക്കുമോ ഡോക്ടറെ? ഇത് ഞാൻ പിക്ചർ വരച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ആ ക്രിസ്റ്റൽസ് എല്ലാം കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് കാണുന്ന മിക്കവാറും ക്രിസ്റ്റൽസ് ഉണ്ട്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ഈ ക്രിസ്റ്റൽ. അതായത് ഇതിന്റെ ഈ റൈറ്റ് സൈഡിലെ ഒരു മിസൈൽ പോലെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് അക്വണൈറ്റ് നിങ്ങൾ എടുത്തുന്ന ഏത് അക്വണൈറ്റ് സൊല്യൂഷൻ എടുത്ത് നോക്കിയാലും ഇത് കാണും, ഈ ക്രിസ്റ്റൽ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ. ഇതുപോലുള്ള കെട്ടിമണഞ്ഞ് കിടക്കുന്ന ബാർ പോലുള്ള ക്രിസ്റ്റൽസ് എല്ലാം തന്നെ ഇതിന് അക്വണൈറ്റിന്റെ സിംറ്റംസ്. ഇനി ഇതില് തിരി ഇങ്ങനെ കെട്ടിയിട്ടതുപോലെ, കുറച്ച് തിരി കമ്പികൾ കെട്ടിയിട്ടതുപോലെ മിക്കവാറും പ്ലാന്റ്സിൽ അത് കാണും. അത് കാൽസ്യത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ ക്രിസ്റ്റൽ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ യൂറിൻ അനാലിസിസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരിക്കൽ വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. യൂറിൻ അനാലിസിസിൽ ഫോസ്ഫറസും കാൽസ്യം ഒക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്കത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അക്വണൈറ്റിന്റെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ക്രിസ്റ്റൽ, നെക്സ്റ്റ് സ്ലൈഡ്,
ഇത് തന്നെ ഇതിന്റെ മുകളിലുള്ള ക്രിസ്റ്റൽ, നെക്സ്റ്റ് സ്ലൈഡ് അല്ല, സോറി, ഇതിന്റെ മുകളിലുള്ള ആ ക്രിസ്റ്റൽ തന്നെ നമുക്ക് കാണാമല്ലോ. അതിന് ഈ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഈ ആദ്യത്തെ രണ്ടാമത്തെ ക്രിസ്റ്റൽ, മുകളിൽ നിന്ന് താഴോട്ട് രണ്ടാമത് ഈ തോക്ക് പോലെ കിടക്കുന്നത് വല സൈഡിൽ ഒരു നല്ല ക്രിസ്റ്റലാണ്. അത് റൈറ്റ് സൈഡിലുള്ള ചെറിയ ക്രിസ്റ്റൽസും ഇതെല്ലാം തന്നെ അക്കോണൈറ്റിൽ സ്ഥിരമായി കാണുന്ന ക്രിസ്റ്റൽസ് ആണ്. ഡോക്ടറെ നെക്സ്റ്റ്, ഇതിലെ ഈ കുത്തായിട്ട് കിടക്കുന്ന പോയിന്റ്സ് എല്ലാം ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആണ്, ചെറിയ പരലുകളാണ്. ഇത് തന്നെ വേറൊരു ക്രിസ്റ്റലാണ്. ഇനി നമുക്ക് ഈ ഇപ്പം കാണിക്കുന്നത് ആടത്തോട അഥവാ ആടലോടകം എന്നുള്ളതാണ്. ആടലോടത്തിന്റെ സസ്യം നമുക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ആടലോടവും വലിയ ആടലോടവും ഉണ്ട്. ചെറിയ ആടലോടം കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കും. അത് എത്രമാത്രം ശരിയെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ചെറിയ ആടലോടകം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കൂടുതലായിട്ട് നമുക്ക് ചുമയ്ക്കും പനിക്കും ഒക്കെ ആട്ടുംപുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ആടലോടം പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ആടലോടകം. വലിയ ആടലോടത്തിന് യാതൊരു കുഴപ്പമില്ല, കുറവുമില്ല. വളരെ കൂടുതൽ ഇല കിട്ടും. ഇലകളെ 2 or 3 ഇല എടുത്ത് ഈ തേനിലൊക്കെ പിഴിഞ്ഞ് ചുമയ്ക്കും മറ്റുമൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല കയ്പാണ്. ആടലോടം എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ ഒന്നാമത്തെ മരുന്നാണ്. ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഈ ആടലോടം എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ ഒന്നാമത്തെ മരുന്നാണ്. എന്ത് സംഭവം ശ്വാസകോശത്തിന് ഇടി, തട്ടുമുട്ട്, ചതവൊക്കെ വന്നിട്ട് ആടലോടം മാത്രം പിഴിഞ്ഞ്, അതല്ലെങ്കിൽ ആടലോടത്തിനെ എടുത്ത് തിളപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇല തിളപ്പിച്ചാൽ രക്ത നിറത്തിൽ വരും. വളരെ നല്ല ചുവന്ന ഒരു സൊല്യൂഷൻ. 2-3 ദിവസമേ അത് ഇരിക്കുകയുള്ളൂ. വളരെ വാടയോടുകൂടി ചീഞ്ഞു പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. 2 or 3 ദിവസത്തിനുള്ളിൽ ആ ചുവന്ന കളറ് ഇരിക്കുമ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലതാണ്. വളരെ കടുപ്പമാണ്. വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന്റെ വേരിന്റെ തൊലിയിൽ നിന്ന് ഇതേ സാധനം കിട്ടും. ഈ ആടലോടത്തിന്റെ ഇത് നമുക്ക് കിട്ടും. പക്ഷേ വാസിസിൻ അഥവാ ആടത്തൂടെ വസിക എന്നാണ് ഇതിന്റെ പേര്. വസൈക്ക എന്നാണ് നമ്മൾ പറയുന്നത്. വാസിക എന്നാണ് അതിന്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. ആടത്തൂടെ വാസികയുടെ വാസിസിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതാണ് ഈ കയ്പ്. അത് നമുക്ക് എപ്പോഴും ചെസ്റ്റിന് വേണം. അത് വളരെ കൂടുതലാണ് ഇതിന്റെ റൂട്ടിൽ. അതുകൊണ്ട് ഇതിന്റെ റൂട്ട് വല്ലതും അറിയാതെ നമ്മൾ ഇലയാണ് ഇതിന്റെ റൂട്ട് എടുത്ത് റൂട്ടിന്റെ പുറമേ ഉള്ള ആ സ്കിന്നെടുത്ത് നമ്മളൊന്ന് ചവച്ച് നോക്കും. ശരിക്കും നമ്മൾ വിവരം അറിയും. ശരിക്കും തലയ്ക്ക് നന്നായിട്ട് ഒരു മന്ദത വരും. വളരെ കടുപ്പം തോന്നും. 2-3 ദിവസം നമ്മൾ ഉറക്കം ഒഴിഞ്ഞതുപോലെ ഒക്കെ വരും. നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് ഒരു വര വീഴും. ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അത്രയും കടുത്ത ഒരു സാധനമായിട്ടാണ് ഈ വാസിസിൻ ഞാൻ കണ്ടിട്ടുള്ളത്. യൂസഫ് ലീഫ് ഞാൻ കുറച്ച് നാളെ സാധാരണ എന്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ക്രിസ്റ്റൽസിൽ കണ്ടതാണ്. ഞാൻ ഇതിലെ ക്രിസ്റ്റൽസ് നെക്സ്റ്റ് ഒന്ന് കാണിക്കുമോ? ഈ ക്രിസ്റ്റൽസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഈ ബ്ലാക്ക് ലൈൻ ഒരെണ്ണം കിടക്കുന്നുണ്ടല്ലോ, ഇത് ആഷാണ്. ഈ 2 ക്രിസ്റ്റൽസ് ആദ്യത്തതും രണ്ടാമത്തതും, മുകളിൽ നിന്നും ആദ്യത്തുള്ളതും രണ്ടാമത്തതും ആഷിൽ നിന്ന് വേർതിരിച്ചതാണ്. ഇതിനിടയ്ക്കിടയ്ക്ക് പല പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഞാൻ ആഷ് ഈ ലീഫ് ആദ്യം സൊല്യൂഷനിൽ എടുക്കും. പിന്നെ ആ ലീഫിന്റെ തന്നെ ബാക്കിയുള്ളതിനെ ഞാൻ കത്തിച്ചു നോക്കും. അതേസമയം ആ ലീഫ് തന്നെ കത്തിച്ചിട്ട് അതിന്റെ കരി വീണ്ടും സ്പിരിറ്റിൽ ലയിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതിനെ എടുത്ത് സ്ലൈഡിൽ വെച്ചാൽ നമുക്ക് ഇത്ര ദിവസം വെക്കാൻ പറ്റും? അലിഞ്ഞു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. സ്പിരിറ്റ് ആകുമ്പോൾ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. ഈ സ്പിരിറ്റിന്റെ മോളിക്യൂൾസ് ഇതിന്റെ ക്രിസ്റ്റലിൽ രൂപീകരണത്തിനെ സഹായിക്കുകയും അക്രിസ്റ്റലീയമായിട്ടുള്ള അല്ലെങ്കിൽ അജൈവികമായിട്ടുള്ള ക്രിസ്റ്റൽസിനെ നല്ല രൂപത്തിലാക്കുകയും ജൈവികമായ ക്രിസ്റ്റലുകൾ അവിടെ തന്നെ പരലുകളായിട്ടും അല്ലാതെ മറ്റ് ചില രൂപങ്ങളിലും അവിടെ തന്നെ കിടക്കുന്നതായിട്ട് ചില ഫിലമെന്റ്സ് പോലെയോ ഫൈബ്രസ് ആയിട്ടുള്ളത് പോലെയോ പാളുകൾ പോലെയോ നമ്മുടെ ഈ ഇതിന്റെയൊക്കെ പനയോലകൾ പോലെയോ ഒക്കെ കിടക്കുന്നത്. ഈ പനയോല എന്ന് എടുത്ത് പറയാൻ കാരണം ചില ക്രിസ്റ്റലുകളിൽ പനിയുടേതായിട്ടുള്ള ചില ലാൻഡ്സിലെ പനയോല പോലുള്ള ക്രിസ്റ്റൽസ് എനിക്ക് വളരെ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ഇത് ആഷിൽ നിന്ന് പിന്നെയും രൂപപ്പെട്ടതാണ്. അതേസമയം ആ ക്രിസ്റ്റൽ ഇതിന് മുകളിൽ ഞാൻ കാണിച്ചിട്ട് ഇപ്പൊ കാണിക്കാം. അതില് തന്നെ വീണ്ടും കാണാം. അതില് ഇത് കണ്ടില്ലേ, ഇത് അത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റലാണ്. അടുത്തത് കാണിക്കാമോ? അടുത്ത പിക്ചർ കണ്ടോ, തിരി കൊളുത്തി വെച്ചിരിക്കുന്നത് അതൊരു ക്രിസ്റ്റലാണ്. ഈ വലിയ കരിഞ്ഞ് പോയതിൽ നിന്ന് കിട്ടിയ ഒരു ക്രിസ്റ്റലാണ് പിന്നീട് അതിൽ എനിക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. ഇതിനെ കുറച്ച് ക്രിസ്റ്റൽസ് നമുക്ക് കാണാം, നൂല് പോലെ കുറച്ച് കിടപ്പുണ്ട്. അത് ഈ കരിഞ്ഞു പോയത് ഈ സാധനങ്ങളാണ് കരിഞ്ഞു പോയിട്ട് വീണ്ടും ഈ വലിയ വലിയ ക്രിസ്റ്റൽസ്. ഇതിനെ ഒന്ന് എല്ലാവർക്കും കാണിച്ചാൽ ഇപ്പൊ കാണാം. ഇതിലുള്ള ചെറിയ ക്രിസ്റ്റൽ ഒരെണ്ണം കിടപ്പുണ്ട്, ഒരു ട്രയാങ്കുലർ വൺ. പിന്നെ അതുപോലെ ഈ ട്രയാങ്കുലർ കറുത്തത് എല്ലാം നല്ല ട്രയാങ്കുലർ ആയിട്ട് തന്നെ കിട്ടുന്ന ക്രിസ്റ്റൽസ് ആണ്. ഇത് ആയി വരുന്നേ ഉള്ള കുറച്ച് ക്രിസ്റ്റൽസ് പരലുകൾ കുറച്ച് നഷ്ടപ്പെട്ടതാണ് ഭാഗം. ബാക്കിയെല്ലാം നല്ല എൻറ്റിറ്റികളാണ്, വളരെയേറെ ആംഗുലർ ആണ്. കെട്ടി വിട്ടതുപോലെ കുറച്ച് ക്രിസ്റ്റൽസ് കിടപ്പുണ്ട്. അത് തന്നെ ഫോസ്ഫറസിന്റെ ഒക്കെ ആയിരിക്കാം. എനിവേ ഇതിൽ കാണുന്നതൊന്നും തന്നെ ക്രിസ്റ്റൽസ് മറ്റു രൂപത്തിൽ കാണില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്ത് പറഞ്ഞാൽ ഒരേ പദാർത്ഥത്തിന് തന്നെ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ രൂപമല്ല
വേറൊരു പ്ലാന്റിലെ മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ചുണ്ണാമ്പ്, കാൽസ്യം, ഫോസ്ഫറസ് ഇതൊക്കെ കൊടുത്ത് ഞാൻ ഈ ബാക്കി വേറെ സ്റ്റഡീസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ചേഞ്ചസ് ഓഫ് ദ ക്രിസ്റ്റൽസ് ഡ്യൂ ടു ഹോമിയോപ്പതി മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഫോർമുലേറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യേണ്ട കാര്യം പോലും എനിക്ക് വന്നില്ല. ഒടുവില് ഞാൻ ഹോമിയോ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ആ ക്രിസ്റ്റൽസിന് വരുന്ന വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതില് ഈ ചെറിയ ഇത് വളഞ്ഞു കിടക്കുന്ന ഒരു ക്രിസ്റ്റൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഒരു ലയിക്കുന്ന ക്രിസ്റ്റലാണ്, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഒരു ക്രിസ്റ്റലാണ്. ഞാൻ കണ്ടതാണ് ഇതിങ്ങനെ കിടക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്റ്റലുകൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഇങ്ങനെ വടി പോലെ നൂർന്ന് കിടക്കണം, എല്ലാം കോണുകൾ പോലെ ഇരിഞ്ഞിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവ ക്രിസ്റ്റൽ കിടന്ന് എന്ന് പറയുന്നത് ജൈവികം, അത് ലയം യുക്തമുള്ളവയാണോ, ലയിക്കുന്നവയാണോ, അതോ അലയമായിട്ടുള്ള പദാർത്ഥങ്ങളാണോ എന്ന് കൂടി നോക്കണം. വാട്ടറിൽ സൊല്യൂബിൾ ആണോ, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണോ, സ്പിരിറ്റിൽ സൊല്യൂബിൾ ആണോ, സ്പിരിറ്റിൽ. പല പദാർത്ഥങ്ങളും നമുക്ക് പറയാം വൈറ്റമിൻസിന് തന്നെ ഇപ്പം വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട്, ഓയിൽസിൽ ലയിക്കുന്നത് കൊണ്ട്. ഇതിലുള്ള ഓയിൽസിന്റെ ഘടനയൊക്കെ വളരെ പ്രത്യേകമാണ്. ആടിലൂടെ സസ്യം, നമ്മുടെ തുളസി ഇതുപോലുള്ളതിലെല്ലാം കാണുന്ന ആ ഒരു വോളറ്റൈൽ ഓയിൽ എന്ന് പറയുന്നതാണ് അതിന് ആരോമാറ്റിക് സ്മെല്ല്, അതായത് മണം കൊടുക്കുന്നത്. അതാണ് നമുക്ക് പരിമളം ഉണ്ടാക്കുന്നത്. കൂടുതൽ എഫക്റ്റീവായിട്ട് മെഡിസിനൽ പാർട്ടിക്കിൾസ് ആയിട്ട് വർത്തിക്കുന്നത് ആ ഘടകങ്ങളാണ്. അതൊക്കെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഈ ക്രിസ്റ്റൽസ് രൂപീകരിക്കുമ്പോൾ ഈ സ്പിരിറ്റിന്റെ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്ത് പോകുന്നത് അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ക്രിസ്റ്റൽസ് അവിടെ ഇരിക്കുകയും സ്പിരിറ്റിന്റെ മോളിക്യൂൾസ് മാത്രം എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. എന്നാലും നമുക്ക് ഇത് മതിയാവും. നമ്മുടെ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് തൃപ്തികരമാണ്. നെക്സ്റ്റ്, ഡോക്ടർ ഇനി എത്ര എന്ന് പറയുന്ന സ്ലൈഡ് കാണും ഇനി? ഇനി ഒരു 2-3 സ്ലൈഡല്ലേ ഉള്ളൂ ഡോക്ടറെ, ഞാനിപ്പോ പറഞ്ഞു തീർക്കാം. ബനിയൻ ട്രീ എന്ന് പറയുന്ന ആലാണ്, ഫൈക്കസ് റിലീജിയോസ. നമ്മുടെ ഈ അമ്പലങ്ങളെല്ലാം കാണുന്നതാണ്. 80 മീറ്റർ വരെ വരുന്ന വലിയ ലീഫാണ്, മരമാണ്. നമ്മുടെ ഈ ഫൈക്കസിന്റെ ലീഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ കൂടുതലായിട്ടും ഈ ബ്ലീഡിങ് പ്രോബ്ലംസിന് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ്. ഇപ്പം വളരെ കൂടുതലായിട്ട് ഗൈനക്കോളജിയിലൊക്കെ ഇതിന്റെ ആലിന്റെ പട്ട ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഹെമറാജിക് പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഈ ലീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ബ്ലഡ് പ്യൂരിഫയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ക്രിസ്റ്റൽ നെക്സ്റ്റ് കാണിക്കാം. ഫൈക്കസ് റിലീജിയോസയുടെ ക്രിസ്റ്റൽ കണ്ടമാനമായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ആദ്യത്തെ തന്നെ ക്രിസ്റ്റൽ നിങ്ങൾക്ക് കാണാം. ഫോട്ടോസ് ഡയറക്റ്റ് എടുത്താണ്, മറ്റേത് വരച്ചതാണ്. ആദ്യത്തെ ക്രിസ്റ്റൽസിൽ തന്നെ ഈ ചെറിയ ക്രിസ്റ്റൽസ് ഒരുപാട് ഇതായിട്ട് അവിടെ ഇവിടെയായിട്ട് കാണാൻ കഴിയും. ഇതിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഹെമറാജിക് പ്രോപ്പർട്ടി എന്ന് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ചില ക്രിസ്റ്റൽസ് പിന്നീട് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വരുന്ന കാര്യമാണ്. ചില ക്രിസ്റ്റൽസ് നമുക്ക് ഹെമറാജിക് ആയിട്ടുള്ള മറ്റു ചില പ്ലാന്റ്സിൽ നിന്ന് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ആനച്ചുവടി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. എലിഫന്റ് ഫുഡ് എന്ന് പറയുന്നത് ഇതിനെ അതൊന്ന് എലിഫന്റ് പത്തി, ഹാത്തിപ്പതി എന്ന് പറയുന്ന ഒരു പേരിലും അറിയപ്പെടുന്നു. പാടി എന്ന് പറഞ്ഞാല് പോട എന്ന് പറഞ്ഞു. പോട എന്ന് പറഞ്ഞാല് പാദം, പാദം, ഇവിടെ പോട, ഗോപ്യമായ പാദങ്ങൾ. അതുപോലെ ഈ ആനച്ചുവടിയെ ഗോപ്യമായ രീതിയിൽ ആന ചുമടി എന്ന് പറയുന്നത് ഈ ആന ചവിട്ടി പോകുന്നവരെ തറയിൽ കാണുന്ന ഈ പ്ലാന്റ് എല്ലായിടങ്ങളിലും കാണാം. കേരളത്തിൽ നമ്മുടെ പച്ചകലങ്ങളിലും അധികം ആൾക്കാർ സഞ്ചരിക്കുന്നത്, എന്നാൽ നടപ്പാതയിൽ നടക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ, ചവിട്ട് പറ്റാത്ത സൈഡിലെല്ലാം പതിഞ്ഞു കാണും. അതിന്റെ പൂ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് വരുന്നത് കാണാം. ഒരു നീല നിറത്തിലുള്ള പൂവാണ്. ഇതിന്റെ ഇല നല്ല ഗ്രീനാണ്. ഇത് മൂന്നാറില് ഇടുക്കിയിലൊക്കെ ചെന്നപ്പോൾ പലരും ഇതിനെ അരച്ചു കലക്കി ചുമയ്ക്ക്, കഫത്തിന്, ഡയബറ്റീസിന്, പ്രഷറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പല രീതിയിലും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിന്റെ ഈ ക്രിസ്റ്റലിന്റെ കണ്ടോ, ഈ ക്രിസ്റ്റൽ ഒരു മാവ് പോലുള്ള ക്രിസ്റ്റലാണ്. ഇത് എനിക്ക് ക്രിസ്റ്റൽ രൂപത്തിൽ കിടക്കുന്നെങ്കിലും ഇതൊരു ക്രിസ്റ്റൽ അല്ല. അതായത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഡയമെൻഷൻ 3 ഡയമെൻഷണൽ അല്ല എന്നാണ് ഞാൻ ഈ ക്രിസ്റ്റൽ എന്ന് എടുത്ത് പറയുന്നത്. 3 ഡയമെൻഷണൽ അല്ല, മറിച്ച് ഇതിങ്ങനെ മാവ് പോലെ കിടക്കുന്നു. പക്ഷെ ആ പദാർത്ഥം എലി ശരിക്കും അവിടെ തന്നെ കിടക്കുകയാണ്. ആലോചിച്ച് നോക്കും, ഓരോ രൂപത്തിലാകുമ്പോൾ അവരുടേതായിട്ടുള്ള സംഘടിതമായ രൂപത്തിൽ ഷേപ്പ് അറ്റൈൻ ചെയ്ത് തന്നെ വരുന്നുണ്ട്. അതാണ് നമ്മളെ സംബന്ധിക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ഇത് അരച്ചു വെച്ചിരുന്നാലും കുറച്ച് മാവ് പോലെ കാണാൻ കഴിയും. ആനച്ചുവടി അല്ലെങ്കിൽ എലിഫന്റ് കാബർ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ധാരാളമായിട്ട് കാൽഷ്യം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, സോഡിയം ഉണ്ട്. ലൂപ്പിയോളും സ്റ്റിഗ്മാസ്റ്റെറോളും ഞാൻ പലരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം എഴുതി ആദ്യമേ തന്നെ പറയാം, ഇതിൽ എന്നെ ടെക്നിക്കലായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു 2-3 പേരുണ്ട്. അതുപോലെ നമ്മുടെ ഈ രാജേഷ് എന്ന് പറയുന്ന ഒരു ലീലാവതി മേഡം എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരു ചെറുകുട്ടിയാണ്. അദ്ദേഹം എന്നെ ടെക്നിക്കലായിട്ട് 2010 തന്നെ ഇതിനെ ഒന്ന് അടിച്ച് സോർട്ട് ചെയ്ത് വെക്കാൻ കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആയിരുന്നു, എന്നെ സഹായിച്ചു. അതിനുശേഷം ബിനു അടിമാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷിനു അടമാലി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിസ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അടിമാലി എന്ന് പറയുന്ന തോക്കുപാറ, ഞാൻ ഈ മൂന്നാറിന്റെ കുറച്ച് താഴ്വശത്ത് ഡോക്ടർ ഏലിയാസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് ഞാൻ ഒരു നല്ല എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ 2-3 കുറേ പുസ്തകങ്ങളുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം നല്ലൊരു അവാർഡൊക്കെ കിട്ടി, ദേശീയ അവാർഡൊക്കെ കിട്ടിയ ഒരു പുസ്തകത്തിന്
കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെതായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് എന്നെ ഇതിനു വേണ്ടി ഒന്ന് ഇൻസ്പയർ ചെയ്ത് ഈ പുസ്തകം ആക്കാം എന്ന് പറഞ്ഞ് ഇതിനെ എടുത്തുകൊണ്ടുപോയി കമ്പ്യൂട്ടർ സെന്ററിൽ കൊണ്ടുവരുത്തി എന്നെ ഇതൊന്ന് സോർട്ട് ചെയ്ത് കോട്ടയം പബ്ലിഷേഴ്സിനെ ഞാൻ അതുപോലെ അവരുമായിട്ടും എനിക്ക് കിടക്കാറുണ്ട്. ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു പബ്ലിഷേഴ്സ് കോട്ടയത്തു നിന്നാണ്, അവരാണ് എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഞാൻ ഈ സമയത്ത് നല്ലതുപോലെ സ്മരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇനി ഈ ഇരിപ്പിന്റെ ദിവസം ക്യാബറിനെ കുറിച്ച് കണ്ടോ, ഈ ക്രിസ്റ്റൽ കണ്ടോ, ഇത് പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഇവയെ ഷേപ്പ് അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ക്രിസ്റ്റൽ ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ ആയിട്ട് മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളും എടുക്കുന്നത്. അത് നമ്മളെ ഈ ഹോമിയോപ്പതി മെഡിസിനെ ത്രൂ ആയിട്ടായിട്ട് കൺവേ ചെയ്ത് പോകുന്നതിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആനയുടെ, ഞാൻ ഇതിൽ വേറൊരു ക്രിസ്റ്റൽ കാണിച്ചു തരാം. ഞാൻ ആദ്യം എടുത്തപ്പോൾ തന്നെ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ക്രിസ്റ്റൽ ഉണ്ട് ഇതിൽ. ഇതിൽ ചിത്രം അത് ഞാൻ എടുത്തില്ല, സോറി. ഞാൻ അത് അടുത്തത് എടുക്കും ഡോക്ടറെ. ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ഇതിനെ കുറിച്ച് ഇതിൽ തന്നെ ഒരു ആനയെ പോലെ ഒരു പിക്ചർ കിടക്കുന്നുണ്ട്. ചരിഞ്ഞു കണ്ടാൽ ആനയെ പോലെ വരും. ഇത് ഒരു മാവ് പോലുള്ള സാധനമാണെന്ന് പറയാനാണ്, പക്ഷേ ഈ രൂപത്തിൽ. അടുത്ത് നെക്സ്റ്റ് ഒന്ന് കാണിക്കാം. 2-3 കൂടെ ഉള്ളൂ. അരളി. ഇത് സാധാരണ നമ്മുടെ അരളിയാണ്. നമ്മുടെ അരളി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷാംശത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതാണ്. അമ്പലപ്പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഒരു ചുവന്ന ഒരു പൂ കൊണ്ട് തന്നെ ഒരാൾ ഡെറ്റായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ കോളേജിൽ ഇരുന്നപ്പോൾ. ഇത് വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു പൂവാണ്. നീറിയം ഒഡോറിൻ എന്നാണ്. കാർഡിയാക് പോയിസൺ ആണ്, ഹൃദയത്തിനെ സംബന്ധിക്കുന്നത്. തന്നെ ഫ്ലവേഴ്സ് ആണ് ഇതായിട്ട് ഉപയോഗിക്കുന്നത്. നീറിയത്തിന്റെ ഞാൻ സ്റ്റഡി ചെയ്തിരിക്കുന്ന ഭാഗം ഇതിന്റെ ഗ്രീൻ ലീഫാണ്. അതിന് നെക്സ്റ്റ് ക്രിസ്റ്റൽസ് നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് കാണാം. ഇതിനകത്ത് പോയിസണസ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. അടുത്തത് കാണാം. ആർണിക്ക, നമ്മളെല്ലാവരും തന്നെ അറിയുന്ന ഒന്നാണ്. ആർണിക്ക മണ്ടാന എന്ന് പറയുന്നത്. ഇത് ഞാൻ മെഡിക്കൽസിൽ നിന്ന് ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ്സിൽ നിന്നാണ് ഇത് പ്ലാന്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് പ്ലാന്റ് ഒബ്സർവ്ഡ് ഫ്രം ഫാർമസി എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഈ ക്രിസ്റ്റലുകളെ എന്നെ എത്രമാത്രം വെച്ചാൽ, ഇത് ഒരിക്കല് ആർണിക്കയെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ വന്നു ഹിന്ദു പത്രത്തിലെ. അപ്പൊ അതിനകത്ത് ആർണിക്ക സ്റ്റഡി ചെയ്തപ്പോൾ ആർണിക്ക ഒന്നും തന്നെ പാർട്ടിക്കിൾസ് ഇല്ല, വെറുതെ ആണെന്നൊക്കെ പറഞ്ഞു വന്നു. അന്നേരം എനിക്ക് വളരെ ഇത് തോന്നുകയും ഞാൻ ഈ ആർണിക്കയുടെ ഈ പിക്ചർ, നെക്സ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കുമോ? ഈ ചെറിയ ചെറിയ മാലയുടെ കോർത്തുക്കുന്ന കൊച്ചു കൊച്ചു കണ്ണികൾ പോലെ കണ്ട കുറച്ച് ക്രിസ്റ്റൽസ് നല്ല വ്യക്തമാണ്, നല്ല തിളക്കത്തോട് കാണുന്നതാണ്. അതായത് ക്രിസ്റ്റൽ കാണുമ്പോൾ തന്നെ ശരിക്കും നല്ല എന്തോ ഒരു മെറ്റാലിക് പെൻസിൽ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന പോലെ. നമ്മളെ കുട്ടികൾ പെൻസിൽ വെട്ടുമ്പോൾ തറയിൽ കുറച്ച് സാധനങ്ങൾ, എന്നാൽ എല്ലാത്തിനും ഒരേ ഷേപ്പാണ്, ഒരേ നീളമാണ്, ഒരേ വീതിയാണ്. കറക്റ്റായിട്ട് ഓരോന്നും ഇങ്ങനെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ മുകളിൽ കാണുന്ന ക്രിസ്റ്റലും എനിക്ക് ഈ ആർണിക്കയിൽ കാണാൻ കഴിഞ്ഞതാണ്. അടുത്തത് ഡോക്ടർ, ഇനി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ ഡോക്ടറെ ഇത് കൂടെ ഉള്ളൂ. ഇത് വേപ്പ്, ആര്യവേപ്പ് ക്രിസ്റ്റൽസ് നമുക്ക് കാണാമല്ലോ. നെക്സ്റ്റ് അത് ഇതിനകത്ത് എക്സീമ, നമ്മൾ സാധാരണ ആര്യവേപ്പ് തന്നെ. ഈ ബാപ്റ്റീഷ്യ, ഇതും ഞാൻ കൂടുതലായിട്ട് വായിച്ചിട്ടുണ്ട്. ആര്യവേപ്പിലുള്ള ക്രിസ്റ്റൽസ് സാധാരണ ഉള്ളതാണ്. ബാപ്റ്റീഷ്യ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ കാണിച്ചു പോകാവുന്നേ ഉള്ളൂ, പിക്ചർ കാണിക്കാന്നുള്ളൂ, ഞാൻ പറഞ്ഞത് തന്നെ. ഈ ബാപ്റ്റീഷ്യയിലെ ഫീവറിനെ കൂടുതൽ സഹായിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ചെറിയ പരലുകളാണോ എന്ന് എനിക്ക് സംശയമുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ വേപ്പിലും കാണുന്നുണ്ട്. നെക്സ്റ്റ് പെട്ടെന്ന് പോകാം, തീർന്നു. ബെലഡോണ, നമ്മുടെ ബെലഡോണ തന്നെ. സാധാരണ ബെലഡോണ അട്രോപ്പിയൻ ആണ് ഇതിനകത്തുള്ള ഘടകം എന്നൊക്കെ നമുക്കറിയാം. ബെലഡോണ ബ്യൂട്ടിഫുൾ ലേഡി എന്നാണ് പറയുന്നത്. ഇതിന് മലയാളത്തിലെ ഈ ബെലഡോണ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ബെലഡോണ പല ഭാഗങ്ങളിലും ഉള്ള ഒരു ഇതാണ്. ഇപ്പോ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ബെലഡോണ എന്താണെന്ന് പറയേണ്ട കാര്യം. ഈ പിക്ചർ എന്റെ പുസ്തകത്തിൽ ഇതിന്റെ കളറൊന്നും വന്നില്ല, എന്നാലും ഇതിലിപ്പോ ധാരാളമായിട്ട് കാണാൻ കഴിയും. ഈ കളറ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സിംല, ഹിമാചൽ പ്രദേശ് ഒക്കെ ഇന്ത്യയിൽ കാണുന്നത്. ഇതിലും ഹയോസിനും അട്രോപ്പിനും ഒക്കെ ഈ ബെലഡോണയിലും ഉണ്ട്. ബെലഡോണിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് ഏറ്റവും കൂടുതലായിട്ട് ബെലഡോണയിൽ നന്നായിട്ട് വർദ്ധിക്കുന്നത്. ഈ ബെലഡോണ എനിക്കൊരിടത്ത് നേരിട്ട് തന്നെ ഒരിക്കലും ഒരു സദസ്സിൽ ഒരു ഫാർമസിയിൽ നിന്ന് ഒരു മെഡിസിൻ എടുത്ത് അപ്പൊ തന്നെ കുറച്ച് എൻ്റെ ഡോക്ടേഴ്സ് ഉണ്ടായവരുടെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞു. അതെടുത്തപ്പോൾ ഈ ക്രിസ്റ്റൽ തന്നെ കിട്ടി. ആ 1, 2, 3 4 കിടക്കുന്ന അതേ സ്ലൈഡ് പോലെ തന്നെ കിട്ടി. ആ സ്ലൈഡ് പിന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് സ്ലൈഡ്സ് നമുക്ക് സൂക്ഷിക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. ഈ സ്ലൈഡ്സ് 2 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഇരിക്കില്ല. എന്നാൽ സ്ലൈഡ്സ് കൂടുതൽ നാളിരിക്കുന്ന ചില സൊല്യൂഷൻസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടുത്താം. ഏതെല്ലാം മെഡിസിൻസ് ആണ് ഫൈബ്രസ് അല്ലെങ്കിൽ ഫാർമസി അതിനൊക്കെ ദോഷം ഉണ്ടാക്കുന്നത്, സൂക്ഷിക്കുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട്
പറയാം. ബ്ലാഡറിൽ വെല്ലഡോണയുടെ ആക്ഷൻ അറിയാമല്ലോ. ബ്ലാഡറിൽ വെല്ലഡോണയുടെ ആക്ഷൻ വേറെ ഒന്നും തന്നെ ഇല്ല. അതിനും പ്രവർത്തിക്കും. പിന്നെ അടുത്തത് കലണ്ടുല. ഈ കലണ്ടുല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സിലാണ്. കലണ്ടുലയുടെ മലയാളം ഞാൻ ഒരിക്കലേ എനിക്ക് ചോദിച്ചപ്പോൾ ഒരാൾ മലയാളം എന്ന് പറഞ്ഞു, അന്നേരം എനിക്ക് പറയാൻ പോലും പറ്റില്ല. ശരിക്കും അത് ജമന്തി ആയിരുന്നു എന്ന്. ഇതൊരു തരം ജമന്തിയാണ്. എല്ലാം നമ്മുടെ ജമന്തി ഒരുപാട് ഐറ്റം ഉണ്ട്, അതിൽ പറ്റുന്ന ഒരു ജമന്തിയാണ്. ഈ ജമന്തിയുടെ ലീഫാണ് ഞാൻ ഇതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. 15 മുതൽ 45 സെന്റിമീറ്റർ വരെ വളരത്തിൽ വരുന്ന ഒരു ഇതാണ് കലണ്ടുല. കലണ്ടുലയുടെ ക്രിസ്റ്റൽസ് നേരത്തെ പറഞ്ഞ പോലെ 3 ഡയമെൻഷനിലുമാണ്. അതേസമയം മാവ് പോലെ നിവർന്നിരിക്കുന്നതും ഒക്കെ അലിഞ്ഞു വരുന്നതും ഒക്കെയാണ്. റീജുവനേറ്റ് ചെയ്യുന്നതിന് വരുന്നതിന് മറ്റേ നാട്രം കാർബിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് പോലെയൊക്കെ കാണും. അതിനകത്ത് ഉപ്പുണ്ട് ശരിക്കും പറയും കലണ്ടുലയുടെ. നെക്സ്റ്റ് ചക്രത്തകര എന്ന് പറയുന്ന ഇത് നമ്മുടെ ചിന്നാമക്കി എന്ന് പറയുന്നതിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. പക്ഷെ ഇത് ചക്രത്തകര വേറെയാണ്. ഈ കാഷിയുടെ തന്നെ ഒരുപാട് വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ചിന്നാമക്കി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന്റെ ലീഫ് അരച്ച് നമ്മൾ അല്പം കഴിച്ചാൽ മതി, നമ്മുടെ വയറ് എപ്പോ എല്ലാം ക്ലീൻ ആയിരിക്കും. അതുപോലുള്ള ഒന്നാണ് ഈ ചക്രം. നെക്സ്റ്റ് 9 മണി കഴിഞ്ഞ് 9:03 അപ്പൊ ഇനി ഒരു 10:33. ജസ്റ്റ് ഒന്ന് വെറുതെ കാണിക്കുകയാണെങ്കിൽ എല്ലാം കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർന്ന് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഞാൻ 41 പേജ് ചിലപ്പോൾ ദിവസം സമയം കിട്ടില്ലെങ്കിലോ എന്ന് കരുതി വെച്ചതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുടങ്ങാം. നമുക്ക് ഇവിടെ തീർക്കാം. ഈ ക്രിസ്റ്റലിന്റെ സ്റ്റഡി തുടർന്ന് അടുത്ത ഭാഗത്തിൽ വല്ലതും പറയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നാ മതി ഡോക്ടർ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനി നമ്മളുടെ സമയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് തീരുമ്പോൾ സംശയങ്ങൾ ചോദിക്കാം. പുസ്തകത്തിന്റെ പേരിടയ്ക്കൊന്ന് ചോദിച്ചിരുന്നു. അത് എന്റെ പുസ്തകത്തിന്റെ പേര് അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽ. അപ്പൊ പുസ്തകത്തിന്റെ ഇതില് തന്നെ മുമ്പേ കൊടുക്കാൻ വിട്ടുപോയി. അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്നാണ്. ഇതിൽ കാണാൻ കഴിയില്ല, കാരണം തിരിച്ചേ കാണുള്ളൂ. കാണുന്നുണ്ടോ? തിരിച്ചാ കാണുന്നത്. ഡോക്ടർ തിരിച്ചു പിടിക്കാവോ? അങ്ങനെ ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ വായിക്കാൻ പറ്റും. വായിക്കാൻ പറ്റും, നല്ലപോലെ കാണാം. അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്നാണ്. കാണാം. എന്തായാലും വളരെ നല്ലൊരു അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ ആൾക്കാർക്ക് കാണാമല്ലോ. ശരി ഡോക്ടറെ, ഞാനത് മുമ്പ് ചെയ്തിരുന്നു. വീണ്ടും ഈ ക്ലാസ് തുടർന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അഞ്ജലി ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ഡോക്ടറെ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാത്ത പല കാര്യങ്ങളാണത്. ഞങ്ങൾക്ക് മെഡിസിൻ അറിയാം, മെഡിസിന്റെ ആക്ഷൻ അറിയാം എന്നല്ലാതെ ഡോക്ടർ പറയുമ്പോഴാണ് ഈ ക്രിസ്റ്റൽ എങ്ങനെ ഇരിക്കുന്നത്, ഈ ക്രിസ്റ്റലാണ് ഇതിന് ആക്ഷൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് കാണുവാണ്. ഞങ്ങൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒരു പുതിയ അറിവാണ് ഡോക്ടർ ഞങ്ങൾക്ക് തരുന്നത്. വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. IFPHന് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി അഞ്ജലി ഡോക്ടറെ. എന്തായാലും ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഡോക്ടർ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തികൾ ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. കാരണം ആരും ഇത്രയും മെനക്കെട്ട് ചെയ്യാറില്ല. ഡോക്ടർ ഇത്രയും ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 1693 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ഈ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എത്രയും വേഗം ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് ഡോക്ടർ വരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി. ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഓക്കെ, എന്നാ ഞാൻ 9 മണിയാന്ന്, ഞങ്ങളുടെ 9 മണിയാ, നിങ്ങളുടെ 10:30. നേരത്തെ 8 പറയുന്നത് കേട്ടു. നേരത്തെ ഇംഗ്ലീഷിലും 8 പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. പെട്ടെന്ന് നമ്മൾ ഈ ടൈം ഇവിടെ നോക്കി അങ്ങ് പറയുമല്ലേ, ഈ കമ്പ്യൂട്ടർ നോക്കി അങ്ങ് പറയുമ്പോ പെട്ടെന്ന്. അപ്പൊ ഞാൻ എൻഡ് ചെയ്യുവാ കേട്ടോ. ഓക്കെ എന്നാ. ഓക്കെ.